നഷ്ടങ്ങളും ആയുസ്സും ആരോഗ്യവും ഒന്നും നോക്കാതെ ആ സ്നേഹിതൻ അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തനിക്ക് മുൻനിരയിൽ നിൽക്കുവാനുള്ള വേദികളൊക്കെ തൻ്റെ മുമ്പിൽ മലക്കെ തുറന്നു കിടക്കുമ്പോൾ അതൊന്നും വേണ്ട. ഈ സുവിശേഷം എത്തിയിട്ടില്ലാത്ത വയലേലകൾ തേടി അദ്ദേഹം അവരുടെ ഇടയിലേക്ക് ഓടിച്ചെല്ലുകയാണ്. നിങ്ങൾ അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. വളരെ ഞാൻ സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കുവാനുള്ള ആ അവലോടെയാണ് ഞാൻ ഇന്നും കടന്നു വന്നത്. നിങ്ങളിൽ പലരെയും പോലെ വളരെ അനുഗ്രഹീതമായ നിലയിൽ ദൈവജനം വിഭാഗിക്കുവാൻ കഴിയുന്ന കർത്താവിൻ്റെ ദാസനെ ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, എൻ്റെ വ്യക്തിപരമായ പേരിൽ ഈ ശുശ്രൂഷയ്ക്കായി ഞാൻ സവിനയം സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസല്ലായിരിക്കും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് എപ്പോഴും സിംഹാസനത്തിലുള്ളതിനായി സ്തോത്രം. ഞങ്ങളുടെ സൗഖ്യം എന്നാൽ അത് അവിടുത്തെ സാമീപ്യം എന്നൊരിക്കൽ കൂടെ ഏറ്റുപറവാൻ, അവർ ഹീലിംഗ് ഈസ് ബീങ് നിയർ ടു ദ ഹീലർ എന്ന പ്രമാണം ഒരിക്കൽ കൂടെ ഞങ്ങൾ അടിവരയിടുവാൻ, ഞങ്ങളുടെ അനുസരണക്കേടിൻ്റെ ദൂരങ്ങളിൽ നിന്ന് സമർപ്പണത്തിൻ്റെ സാമീപ്യത്തിലേക്ക് വരുവാൻ ഇന്ന് പകൽക്കാലം ഞങ്ങളെ ചേർത്ത് പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുവചനം ഞങ്ങളുടെ ഉള്ളങ്ങളിൽ പകർന്നു തരണേ. ഇന്ന് പകലിൽ തകരുന്ന അന്ധകാരം ഞങ്ങളുടെ തലമുറകളുടെ വഴികളിലോ പാർപ്പിടങ്ങളിലോ ഏർപ്പെടാതെ വണ്ണം ആകാശത്തിനും ഭൂമിക്കും നാഥനായ ആമേൻ പരിഹാര യാഗം ഞങ്ങൾക്കായി പൂർത്തീകരിച്ച് തിരുനിണം ഒഴുകിയ യേശു കർത്താവിൻ്റെ പുണ്യാഹ ബലിരക്തത്തിൻ്റെ വിശ്വാസമുദ്ര ആമേൻ ഞങ്ങളുടെ തലമുറകളുടെ മേൽ പാർപ്പിടങ്ങൾക്കുമേൽ ഞങ്ങൾ വിശ്വാസത്താൽ സ്വീകരിക്കുന്നപ്പ. ഞങ്ങൾ ക്ഷയിച്ച മേഖലകൾ, തകർന്ന മേഖലകൾ, ഞങ്ങൾ വേദനിക്കുന്ന മേഖലകളെല്ലാം അറിയാവുന്ന ഒരു കർത്താവാണ്. ഏതൊക്കെ മേഖലകളിൽ പരിഹാരം വേണമെന്നറിയാവുന്ന കർത്താവ് ഇന്ന് പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം. വീഴാതെ നിർത്തുന്ന ഞങ്ങളുടെ കർത്താവിനെ ഇന്ന് പകൽക്കാലം ആശ്രയിപ്പാൻ ഞങ്ങളെ സഹായിക്കണേ. ഞങ്ങൾ ഈ സുരക്ഷിതത്വത്തിൽ ഭദ്രതയിൽ നിൽക്കുമ്പോൾ വെല്ലുവിളികളുടെ മേഖലകളിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർക്കുന്നു. ഞങ്ങളുടെ പ്രിയ ദേശത്തിൻ്റെ വിവിധ സംസ്കാരങ്ങളിൽ ആമീൻ സ്തോത്ര, വിവിധ സംസ്ഥാനങ്ങളിൽ ആമീൻ, വിവിധ ഗോത്ര സമൂഹങ്ങളിൽ ഒക്കെ അവിടുന്ന് അയച്ച പ്രിയപ്പെട്ടവരെ നിർത്തിക്കൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്നവർ വന്നതുപോലെയല്ല, ജയാളികളായി വിടുതൽ അനുഭവിച്ച് കടന്നു പോകുവാൻ സഹായിക്കണേ. എല്ലാ ആശ്രയവും യേശു കർത്താവിൽ, യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമീൻ. കർത്തൃസേവയിൽ ഞാൻ ഏറെ ആദരിക്കുന്ന എൻ്റെ സഹോദരൻ അനിൽ ബ്രദറിനോട് ചേർന്ന്, അദ്ദേഹം വയൽ പ്രദേശങ്ങളുമായി ബന്ധമുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് വേലക്കാരനായ എനിക്ക് വല്ലപ്പോഴും കടന്നു വരുവാൻ സാധിക്കുന്നത്. അവിടെ നടക്കുന്നത്, അവിടെയുള്ള വേലക്കാർ, അവിടുത്തെ ആവശ്യഭാരങ്ങൾ, അവിടുത്തെ സന്തോഷങ്ങൾ, തുറന്ന വാതിലുകൾ എല്ലാം അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പ്രാർത്ഥിക്കുന്നല്ലോ. ആ പ്രാർത്ഥനാ ബന്ധത്താൽ ഇന്ന് പകൽക്കാലം കടന്നു വരുവാൻ എനിക്കും സാധിച്ചു. അധിക ആമുഖങ്ങളില്ലാതെ ഇന്നത്തെ ധ്യാനത്തിന് ഒരു തലക്കെട്ട് വേണമെങ്കിൽ വീഴാതെ സൂക്ഷിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. ഹി വിൽ കീപ് യു വിതൗട്ട് സ്റ്റംബ്ലിങ്. അതാണ് തലക്കെട്ട്. ആമേൻ. ഇന്ന് യൂദായുടെ ലേഖനത്തിലാണ്. അതിൽ നിന്ന് ധ്യാനിക്കുന്നതിൽ ഏത് ഭാഗം നിങ്ങൾ എടുത്താലും ഇങ്ങനെയൊരു തലക്കെട്ട് കൊടുക്കാം. നാം ഒരു പടക്കളത്തിലാണല്ലോ, വെല്ലുവിളിയുടെ മധ്യയാണല്ലോ, പക്ഷേ വീഴാതെ സൂക്ഷിക്കുന്ന യേശു കർത്താവ്. ഹല്ലേലൂയ, സ്തോത്രം. എത്ര നാൾ വീഴാതെ സൂക്ഷിക്കും? വരവോളം തലമുറയായി അവൻ സൂക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ യൂദായുടെ ലേഖനം തുറന്നിരിക്കട്ടെ. ആമേൻ. വെളിപ്പാട് പുസ്തകത്തിന് മുൻപ് 25 വാക്യങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ പുസ്തകം യൂദായുടെ ലേഖനം. 25 വാക്യങ്ങളേ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അതെങ്ങനെ ലഭിച്ചു എന്നൊക്കെ ഹ്രസ്വമായി പറയും. എങ്കിലും താക്കോൽ വാക്യം വായിക്കുന്നു. യൂദായുടെ ലേഖനം ഒരധ്യായമേ ഉള്ളൂ. 24-ാമത്തെ വാക്യം, അതിൻ്റെ 1-ാം പകുതി മാത്രം. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്. ഹല്ലേലൂയ, സ്തോത്രം.
എത്ര നാൾ വീഴാതെ പറഞ്ഞു, തലമുറ തലമുറയായി അവൻ്റെ വരവോളം. കുരിരുൾ നീക്കാൻ നിധീൻ സൂര്യ, കുരിരുൾ നീക്കാൻ നിധീൻ സൂര്യ, പൊൻകാതിർ വീശി നീ വാനിൽ വരും വരെ. അവൻ്റെ വരവിനെ കുറിച്ച് പറയാ, അവൻ വരുന്നത് വരെ, ഹല്ലേലൂയ, തേജസ്സോട് വരുന്നത് വരെ വീഴാതെ നിൽക്കുവാൻ നീ തൂണ ചെയ്യണേ എന്നാൽമനായകനേ. ഈ മരുവാസം തുടർന്നിടുവാൻ, ഈ മരുവാസം തുടർന്നിടുവാൻ. അനുഗ്രഹീത ഗാനങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ ഗാന ശുശ്രൂഷയാൽ ആമേൻ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അനുഗ്രഹീത മധ്യസ്ഥ പ്രാർത്ഥന. എങ്കിലും ഇനി ധ്യാനിക്കുന്നത് അല്പ ഗൗരവമുള്ള കാര്യമാണ്. 24-ാം വാക്യം മുഴുവൻ നമുക്ക് വായിക്കാം. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിക്കും. എന്നിട്ട് ആമേൻ, ഒരു ഇരുട്ടിൻ്റെ പിന്തുണയാലല്ല നമ്മൾ നിൽക്കാൻ പോകുന്നത്, അവൻ്റെ മഹിമാസന്നിധിയിൽ. Hallelujah. You are backed continually by his glory. അവൻ്റെ തേജസ്സിൻ്റെ പിന്തുണ, അവൻ്റെ മഹിമാസന്നിധിയിൽ. And cleansed, കളങ്കമില്ലാത്തവരായി. സ്തോത്രം. പിന്നെ നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന ഏത് രോഗങ്ങളുടെയും ഒരു സമ്പൂർണ്ണ മരുന്നുണ്ട്. ആമേൻ. അകമേ പകരുന്ന തുടർമാനമായ ആനന്ദം, ആനന്ദത്തോടെ. ആമേൻ. അവൻ നൽകുന്ന ആനന്ദം അകത്തുണ്ടോ? ശരീരത്തിൽ സൗഖ്യമുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. അതിലെ എല്ലാ പദങ്ങളും ധ്യാനിക്കുന്നില്ല, ആദ്യത്തെ പകുതി മാത്രം. വീഴാതെ വണ്ണം, ഹല്ലേലൂയ, നിങ്ങളെ അവൻ സൂക്ഷിക്കും. ഹല്ലേലൂയ, സ്തോത്രം. തലമുറകളെ സൂക്ഷിക്കും. സ്തോത്രം. യൂദായുടെ ലേഖനത്തിൽ ഒരു ആമുഖം വേണമെങ്കിൽ യേശു കർത്താവിൻ്റെ ആ കുടുംബത്തിലേക്കൊന്ന് പോകണം. അപ്പൻ, അമ്മ, സഹോദരങ്ങൾ. യേശു കർത്താവ് മറിയയുടെ ഉദരത്തിൽ ജനിച്ചു, പരിശുദ്ധാത്മാവിനാൽ ജനിച്ചു. പിന്നീട് അനുഗ്രഹീതമായൊരു കുടുംബജീവിതം യോസേഫിനും മറിയയ്ക്കും ഉണ്ടായിരുന്നു. 4 ആൺമക്കൾ ഉണ്ടായിരുന്നു. സഹോദരിമാർ 2 2-ലധികമോ വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 3-ാം വാക്യം. ഏത് യൂദ എന്ന് മനസ്സിലാകണം നിങ്ങൾക്ക്. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഹിസ് ഹാഫ് ബ്രദേഴ്സ്. ആമേൻ, സ്തോത്രം. യോസഫിൽ ജനിച്ച, മറിയയിൽ പിറന്ന മർക്കോസ് 6:3 പരാമർശം ഒന്ന് വായിക്കാം. ഇവൻ മറിയയുടെ മകനും. പിന്നെ 4 സഹോദരന്മാരുടെ പേര് പറഞ്ഞിരിക്കുക. ജെയിംസ്, ജോസഫ്, ജൂഡസ് ആൻഡ് സൈമൺ. 4 പേർ. യാക്കോബ്, യോസെ, യൂദ, ശിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ ഇവൻ്റെ സഹോദരിമാർ. സഹോദരിമാർ എന്ന് പറഞ്ഞാൽ 2 പേര് അല്ലെങ്കിൽ അതിൽ അധികം. അപ്പം 4 സഹോദരന്മാർ, 2 2-ലധികമോ സഹോദരിമാരോ യേശു കർത്താവിനോട് കൂടെ ആ ഭവനത്തിൽ വളർന്നു. ഹല്ലേലൂയ. ഒരു ഉപദേഷ്ടാവാകാൻ യഹൂദ സംസ്കാര പ്രകാരം ഒരു 30 വയസ്സൊക്കെ കഴിയണം. 30 വയസ്സ് വരെ ഈ ഭവനത്തിലായിരുന്നു, തച്ചപ്പണിയായിരുന്നു. പ്രാരംഭത്തിൽ ഈ സഹോദരന്മാരാരും ഇവനിൽ വിശ്വസിച്ചില്ല. കരുതുന്ന ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ സ്നേഹം അത് ദൈവത്തിൻ്റെ സ്നേഹമാണോ ചേട്ടൻ്റെ സ്നേഹം, അങ്ങനെ അവർ കരുതിയിരുന്നു. വിശ്വസിച്ചില്ല. എവിടെ വായിക്കുന്നു? യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 5-ാം വാക്യത്തിൽ. യോഹന്നാൻ 7:5. അവൻ്റെ സഹോദരന്മാർ അവനിൽ വിശ്വസിച്ചില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്നാ വിശ്വസിച്ചത്? യേശു കർത്താവ് ക്രൂശിൽ യാഗമായി ജീവൻ നൽകി. അവൻ മരിച്ചു, അവൻ ഉയർത്തപ്പോൾ പൗലോസ്ലീഹ പ്രത്യേകം ഒരു കാര്യം പറയാം. അപ്പോസ്തലന്മാർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടു, അതിൻ്റെ കൂടെ ഒരാൾ കൂടെ പ്രത്യക്ഷപ്പെട്ടു. 1 കൊരിന്ത്യർ 15:7. 1 കൊരിന്ത്യർ 15:7 പൗലോസ് എടുത്തു പറഞ്ഞു, അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. 15:7 1 കൊരിന്ത്യർ. യാക്കോബ് എന്ന് എടുത്തു പറഞ്ഞു. ഹല്ലേലൂയ. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടായിരിക്കണം യാക്കോബിനോടൊപ്പം തൻ്റെ സഹോദരനായ യൂദയും മാനസാന്തരപ്പെട്ടത്.
യാക്കോബും ലേഖനം എഴുതി, യൂദയും ലേഖനം എഴുതി, യോസയും ശീമോനും ലേഖനം എഴുതിയോ നമുക്കറിഞ്ഞുകൂടാ, അത് ലഭ്യമല്ല. സ്തോത്രം. പക്ഷേ ആമേൻ, അതിനുശേഷം ഈ സഹോദരന്മാരെ ഒരു പ്രത്യേക ക്ലാസ്സായിട്ട്, ഒരു പ്രത്യേക സമൂഹമായി പിന്നീട് പരാമർശിക്കുക. സ്തോത്രം. അവരൊരുമിച്ച് ആദ്യത്തെ പ്രാർത്ഥനാ യോഗത്തിൽ വരുന്ന ഭാഗം അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ആമേൻ 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ യേശു കർത്താവിനോട് കൂടെ വളർന്നവർ, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം മാനസാന്തരപ്പെട്ടവർ, ജ്യേഷ്ഠനെ പോലെ ഞങ്ങളെ സ്നേഹിച്ചത് ദൈവമായിരുന്നു എന്ന് മനസ്സിലാക്കിയവർ അവരൊരുമിച്ച് വരികയാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ അപ്പോസ്തലന്മാരുടെ ലിസ്റ്റ് പറഞ്ഞിട്ട് അവരോടൊന്നിച്ച് 1:14 അവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ടു പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. പിന്നീട് ഈ പ്രത്യേക പ്രയോഗം നമുക്ക് കാണാം കൊരിന്ത്യ ലേഖനത്തിൽ. 1 കൊരിന്ത്യർ 9:5 വായിക്കേണ്ട കർത്താവിൻ്റെ സഹോദരന്മാർ. അപ്പൊ യാക്കോബ്, യോസെ, യൂദ, ശിമോൻ, ഇവരിൽ 2 പേർ ലേഖനം എഴുതി. അതുകൊണ്ടാണ് യൂദായുടെ ലേഖനത്തിൽ തുടക്കത്തിൽ തന്നെ ഞാൻ കർത്താവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമാണ് എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഉത്ഥിതനായ, ഉയർത്തെഴുന്നേറ്റ, ആമേൻ, തൻ്റെ സഹോദരനെ പോലെ ദീർഘകാലം തന്നെ സ്നേഹിച്ച, ആമേൻ, തൻ്റെ എല്ലാമായ, ആമേൻ, ഇവൻ ദൈവമായിരുന്നു എന്നേറ്റു പറഞ്ഞപ്പോൾ വിളി മാറി. ഹല്ലേലൂയ. അത് യൂദ 4-ാം വാക്യം, ഒരധ്യായമേ ഉള്ളല്ലോ, 4-ാം വാക്യത്തിൽ ആ വിളിയുണ്ട്. ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തു. ഹല്ലേലൂയ, വിളി മാറി. സ്തോത്രം. ആമേൻ. മൈ ഓൺലി മാസ്റ്റർ ആൻഡ് സോവറിൻ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഈ ബന്ധത്തിലേക്ക് ഇന്ന് വന്നാൽ പല ആശ്രയത്തിൽ ഒരുവനല്ല, ഏകനാഥൻ, ഏക യജമാനൻ. ഹല്ലേലൂയ. ഏകനാഥനും, ഹല്ലേലൂയ, എൻ്റെ കർത്താവുമായ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ, നാവുകൊണ്ടേറ്റു പറഞ്ഞ് അവനെ പരസ്യമായി ഉയർത്തിയാൽ 24-ാം വാക്യം വീഴാതെ വണ്ണം, ഹല്ലേലൂയ, നിന്നെ സൂക്ഷിക്കും. വീഴാതെ വണ്ണം സൂക്ഷിക്കും. ഞാൻ ആ വാക്യം ഒന്ന് ചുരുക്കുക. വീഴാതെ വണ്ണം സൂക്ഷിക്കും, നിത്യാനന്ദത്തോടെ നിർത്തും. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. നിത്യാനന്ദം എന്ന ഔഷധം നിന്റെ ഉള്ളിലുണ്ടായിരിക്കും. അത് ഓരോ ജീവകോശങ്ങളോടും ഇടപെടും. അനാവശ്യ രാസപദാർത്ഥങ്ങൾ കൂടാതെ നീ നിന്റെ ആമേൻ ചുമതലകൾ പൂർത്തീകരിക്കാനുള്ള അന്നുള്ള സൗഖ്യം നിന്നിൽ വ്യാപരിക്കും. വീഴാതെ നിർത്തും, നിത്യാനന്ദത്തോടെ നിർത്തും. വീഴാതെ സൂക്ഷിക്കും, നിത്യാനന്ദത്തോടെ നിർത്തും. പക്ഷേ ഉള്ളിൽ ഈ സോഡ പൊട്ടിക്കുമ്പം കൊമള പോകുന്ന കണ്ടിട്ടുണ്ട്. ചിലത് നേരെ പോകും, ചിലത് വളഞ്ഞൊക്കെ പോലെ. സ്തോത്രം. അതുപോലെ ഒരു എഫർവെസൻസ് അകത്ത് കിടന്ന് ആമേൻ പിടച്ചു വികസിക്കണം. യേശു ക്രിസ്തു എൻ്റെ ആമേൻ നാഥൻ, അവൻ എൻ്റെ ആമേൻ ഏക കർത്താവ്, ഏകനാഥൻ, ഏക കർത്താവ്, മൈ ഓൺലി മാസ്റ്റർ ആൻഡ് സോവറിൻ ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഈ യൂദ പരിശുദ്ധാത്മ പ്രേരിതനായി, അന്ന് കടലാസും പേനയൊന്നുമില്ല, ഉണങ്ങിയ പാപ്പിറസ് ചുരുൾ നിവർത്തി മഷി കൂട്ടി എഴുതണം ലേഖനം. ആദ്യം ഇവൻ ആഗ്രഹിച്ചു ഈ ഏകസത്യ ദൈവമായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരു സുവിശേഷം എഴുതാം. ഹല്ലേലൂയ. സുവിശേഷത്തിൻ്റെ ആമേൻ വിഷയം കോമൺ സാൽവേഷൻ, പൊതുവിലുള്ള രക്ഷ. ആ വിഷയത്തിൽ സുവിശേഷം എഴുതാം. എന്ന് വെച്ചാൽ മുഖപക്ഷമില്ലാതെ, ഭാഷ, ജാതി, ഗോത്ര, ഭൂഖണ്ഡ വ്യത്യാസമില്ലാതെ, ആമേൻ, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും നിത്യരക്ഷയുടെ വാതിൽ തുറക്കുന്ന യേശുക്രിസ്തു, ആ വിഷയത്തിൽ ഒരു സുവിശേഷം എഴുതാം. പേന എടുത്തു. പക്ഷേ പരിശുദ്ധാത്മാവ്
അവൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചു. അതല്ല വിഷയം. ഒരുപക്ഷെ യൂദായുടെ എഴുത്തിൻ്റെ ശൈലി ദൈവാത്മാവിനറിയാം. നീണ്ട ലേഖനം എഴുതാൻ പറഞ്ഞാൽ ചെറുകഥ എഴുതുന്ന ഇവൻ 10-25 വാക്യത്തിലൊരു സുവിശേഷം തന്ന ശരിയാകുകയല്ല. ഇവന് പറ്റിയ വിഷയം പോർക്കളത്തിലെ പോരാട്ടം, വീഴാതെ നിർത്തുന്ന ജയം. അപ്പം നമുക്കത് വായിക്കാം. തൻ്റെ ആ ഒരു എഴുത്തിൽ വന്ന വിഷയവ്യതിയാനം 3-ാം വാക്യത്തിൽ വായിക്കുക. പ്രിയരെ, പറയാ 3-ാം വാക്യം, പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ഞാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ. ആ പ്രയത്നം എന്താണെന്നൊരു വിശദീകരണമുണ്ട്. യൂദായുടെ ലേഖനം പഠിക്കുമ്പോൾ അതിൻ്റെ ചിന്തകളെല്ലാം ഉൾക്കൊണ്ട വേറൊരു ഭാഗമുണ്ട്. ഏതാണെന്നറിയാം? 2 പത്രോസ് 2-ാം അധ്യായം. ഇത് രണ്ടും ചേർത്ത് വായിച്ചാൽ ഒരേ വിഷയമാണെന്ന് മനസ്സിലായ 2 പത്രോസ് 2-ാം അധ്യായം. ഒരു മേശയുടെ അപ്പുറം ഇപ്പുറം ഇരുന്ന് 2 പേർ പറഞ്ഞതുപോലെയാണ്, ഒരേ വിഷയമാണ്. ഒരുപക്ഷെ പത്രോസിൽ നിന്നൊക്കെ എഴുതാൻ വിഷയങ്ങളും പ്രാർത്ഥനയാൽ ആശയങ്ങളും ശേഖരിച്ച് പ്രയത്നം കഴിച്ചപ്പോൾ ദൈവാത്മാവ് നടത്തുക. 3-ാം വാക്യം, മറ്റൊരു തോന്നൽ, സ്തോത്രം, തൻ്റെ ഉള്ളിൽ വരികയാ. ശ്രദ്ധിക്കണം. 3-ാം വാക്യത്തിൻ്റെ 2-ാം പകുതി, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച, എന്നുവെച്ചാൽ നോ അപ്ഡേഷൻ, ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസം. ഹല്ലേലൂയ, സ്തോത്രം. ആ സുവിശേഷം, അതിന് തിരുത്തലുകളോ പരിഷ്കാരങ്ങളോ ഇല്ല. വൺസ് ഫോർ ഓൾ, ഒരിക്കലായിട്ട് ഏൽപ്പിച്ചിരിക്കുക. സ്തോത്രം. അവനിലുള്ള വിശ്വാസം, ഏകാഗ്രമായ വിശ്വാസം, മറ്റൊരുത്തരിലും രക്ഷയില്ല എന്ന സുവിശേഷം, സ്തോത്രം. ക്രൂശിലെ യാഗമം പരമമായ യാഗം എന്ന വിശ്വാസം, അത് ഭരമേൽപ്പിച്ചു. അതിനുവേണ്ടി പോരാടണം. എന്നിട്ടൊരു പദം ശ്രദ്ധിച്ചോണം, 3-ാം വാക്യം, പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം. കണ്ടോ? അത് ഈ ലേഖനം വായിക്കാൻ പഠിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദമാണ്, പ്രബോധിപ്പിച്ച് എഴുതുക. ഹല്ലേലൂയ, സ്തോത്രം. പ്രബോധിപ്പിക്കുക, എക്സോർട്ട്. ആ പദം പഠിക്കുമ്പോൾ യവന ഭാഷയിൽ ഒരു ആർമി ചീഫ്, ഒരു പട്ടാള മേധാവി തൻ്റെ പടയാളികൾക്ക് കൽപ്പന കൊടുക്കുന്ന ഭാഷ, അതാണ് പ്രബോധിപ്പിക്കുക എന്ന് മലയാളത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈക്വലൻ ടു എ ജനറൽ ഗിവിങ് ഓർഡർ ടു ആൻ ആർമി. അതെങ്ങനെ ആയിരിക്കും? ഇപ്പോൾ തോക്കെടുത്ത് വെടിവെക്കണം. എങ്ങനെയാണ് കമാൻഡർ പറയുന്നത്? പട്ടാളക്കാർ ഇവിടെ ഉണ്ട്, NCCയിലുള്ളവർ ഇവിടെ ഉണ്ട്, കേൾക്കുന്നവർ അവർക്കും മനസ്സിലാവും. നിങ്ങളുടെ കയ്യിലൊരു തോക്കുണ്ടേ, അതിങ്ങനെ കയ്യിലെടുത്ത് പിടിക്കണേ, അകത്ത് വെടിയുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് നെഞ്ചത്തോട് ചേർത്ത് പിടിച്ചിട്ട് താഴെ ഒരു സാധനമുണ്ട്, അതാണ് കാഞ്ചി, ട്രിഗർ. നോക്കണം സൂക്ഷിച്ച്. എന്നിട്ട് നോക്കി വെച്ച് കാഞ്ചി വലിക്കണേ, കൊള്ളണം, അല്ല ഇങ്ങോട്ട് കിട്ടും. ഇങ്ങനാണോ? ഫയർ. ഒറ്റ വാക്യം, എല്ലാം മനസ്സിലായി ഇല്ലേ? സ്തോത്രം. ഹ്രസ്വമാണ്, ശക്തമാണ്, കേൾക്കുന്നവർക്ക് മനസ്സിലാകും. അതാണ് ലൈക്ക് ആൻ ആർമി ചീഫ് കമാൻഡിങ് ടു ഹിസ് ആർമി. ആ ഭാഷയാണ് പ്രബോധിപ്പിച്ചെഴുതുക. പടക്കളത്തിൽ നിൽക്കുന്ന പടയ്ക്ക് ചുമതലയുള്ള ഒരു മേലധികാരി താഴെയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുവല്ല. സ്തോത്രം. ഈ ഭാഷ, ഇതിനകത്തെ ഭാഷ ഹ്രസ്വമാണ്, അത് മനസ്സിലാകണം. സ്തോത്രം. ഇപ്പം പട്ടാളത്തിൽ ചെന്ന് ആ ചീഫ് പറയാ, നിങ്ങളിപ്പോൾ നിൽക്കുകയല്ലേ 2 കാലയിൽ, ഇതുപോലെ തിരിഞ്ഞു നിൽക്കണം. അതിനെന്തോ ചെയ്യണം? പെരുവരലെ കുത്തി തിരിയണം, നടുവുളുക്കരുത്, പെടലിയുടെ ഞരമ്പ് അത് പിടിക്കരുത്, ചവിട്ടി ഇങ്ങനെ തിരിയണം. അങ്ങനെയാണോ? വീച്ചേ മുട്ട്, മനസ്സിലായി ഇല്ലേ? അബൌട്ട് ടേൺ, മനസ്സിലായി. മസിലൊന്നും പിടിക്കാതെ ഒന്ന് നിൽക്കുക. അങ്ങനെയാണ്. സ്റ്റാൻഡ് അറ്റ് ഈസ്, ഇല്ലേ? വിശ്ര, മനസ്സിലായി. ഈ ഭാഷയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾക്കിത് പെട്ടെന്ന് മനസ്സിലാവും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളൊരു പടക്കളത്തിലാണ്. യേശുക്രിസ്തുവിനെ മാത്രം ഉയർത്തുന്ന വിശ്വാസ ജീവിതത്തിന് പോരാട്ടമുണ്ട്. അതെവിടെയാണെങ്കിലും ഉണ്ട്. വടക്കേ ഇന്ത്യയിലാണെങ്കിലും ഉണ്ട്, ഗ്രാമങ്ങളിലുണ്ട്, പട്ടണങ്ങളിലുണ്ട്, സ്വന്തം വീട്ടിലാണെങ്കിലും ഉണ്ട്. പക്ഷേ ഈ പുസ്തകം പഠിക്കുമ്പോൾ ഇതിനകത്തുള്ള വാഗ്ദത്തങ്ങൾ പലരും കാണുന്നില്ല. പിശാചിൻ്റെ ഒരു തന്ത്രമാണ് കേട്ടോ
ഇതിനകത്ത് കൗതുകം തോന്നുന്ന ചില വിഷയങ്ങളുണ്ട്. അവരത് മാത്രമേ പഠിക്കുകയുള്ളൂ. മിക്കവാറും ആളുകൾ 6-ാം വാക്യമോ 9-ാം വാക്യമോ ധ്യാനിക്കുകയുള്ളൂ. 6-ാം വാക്യത്തിൽ വാസസ്ഥലം സൂക്ഷിക്കാത്ത വീണുപോയ ദൂതന്മാരുടെ ന്യായവിധി പഠിക്കാൻ വേണ്ടി യൂദായുടെ വസ്തു. പിന്നെ ചിലർക്ക് 9-ാമത്തെ വാക്യം, അവിടെ പിശാചും മീഖായേലും തമ്മിലുള്ള തർക്കവാദം പഠിക്കുന്ന വിഷയമാണ്. വിഷയം ശവം. ആരുടെ ശവം? മോശയുടെ ശവം. മോശയുടെ ശവത്തെ ചൊല്ലി പിശാചും മീഖായേലും കൂടെ എന്തിനു തർക്കിച്ചു, അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. അതൊന്നുമല്ല ഇവിടുത്തെ പ്രധാന വിഷയം. ഹല്ലേലൂയ. ഈ പടക്കളത്തിൽ there is unseen evil. നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാനാവാത്ത അന്ധകാര ശക്തികളുണ്ട്. അതിനെ എങ്ങനെ ജയിക്കാം എന്ന് കൃത്യമായി പഠിപ്പിക്കുകയും ആമേൻ ജയത്തെ അടിവരയിടുകയും ചെയ്യുന്ന ആമേൻ അനുഗ്രഹീത ഭാഗങ്ങൾ ഇവിടെ ഉണ്ട്. ഒരു വിദ്യുച്ഛക്തിയുടെ വയറ് ഇൻസുലേറ്റ് ചെയ്യാതെ അവിടെ കിടന്നു ചവിട്ടി. വിദ്യുച്ഛക്തി കാണാൻ വയ്യ, പക്ഷെ പൊള്ളി കരിഞ്ഞു, ഷോക്കായി, ഇല്ലയോ? കാണാൻ വയ്യാത്ത ശക്തിയാണ്. ആമേൻ കാറ്റിനെ കാണാൻ വയ്യ, പക്ഷെ അതിന് ശക്തിയുണ്ട്. ആമേൻ വിലയേറിയതൊക്കെ പിഴുതു മാറ്റിക്കളഞ്ഞു. അപ്പോൾ അദൃശ്യ അന്ധകാര ശക്തികളെ നന്നായി തുറന്നു കാണിക്കുന്ന ഒരു ഭാഗമാണ് ഇത്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ഇരിക്കണം. വീഴാതെ സൂക്ഷിക്കുന്ന പടക്കളത്തിൽ തലമുറയായി വീഴാതെ സൂക്ഷിക്കുന്ന യേശു ക്രിസ്തു തലക്കെട്ടാണ്. ഹല്ലേലൂയ. സാത്താൻ ദുഷ്ടനായവൻ നേരെ വന്നല്ലേ ആക്രമിക്കുന്നത്. അവൻ്റെ സാധാരണ ഒരു ശൈലി, 6 types of personalities, 6 തരം ദുഷ്ട സ്വഭാവമുള്ളവരെ നിങ്ങളുടെ സാക്ഷ്യ ജീവിതത്തിലേക്ക് അയക്കും. ഇവരെ കാണല്ലേ കർത്താവേ, ഇവർ വരല്ലേ കർത്താവേ എന്നൊക്കെ പറഞ്ഞാലും ഇവരൊക്കെ വരും. 6 തരം ആളുകൾ. ഹല്ലേലൂയ. അവർ നിങ്ങളെ വേദനിപ്പിക്കും, പുച്ഛിക്കും, വഞ്ചിക്കും, തലമുറകളെ വഴിതെറ്റിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ചുമതലകളൊന്നും ചെയ്യാതെ തടസ്സമായി നിൽക്കും. 6 തരം ആളുകളെ അവരെ തുറന്നു കാണിക്കുന്ന അനുഗ്രഹീത ഒരു ഭാഗമാണ്. ആമേൻ. 12-13 വാക്യങ്ങൾ. 6 തരം ദുഷ്ടകഥാപാത്രങ്ങൾ. They may irritate, they may mislead. ഗൗരവമുള്ള വിഷയമാണ്. ആമേൻ. ചിലരൊക്കെ പറയും, കർത്താവേ എൻ്റെ ശുശ്രൂഷയോട്, എൻ്റെ തലമുറകളോട്, എൻ്റെ ഭവനത്തോട് ഇന്ന വ്യക്തികളൊക്കെ വന്ന് ഏർപ്പെട്ടില്ലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ പ്രയാസം വരികയില്ലായിരുന്നു. ആമേൻ. ശുഭത വരുമായിരുന്നു. ആ വ്യക്തികളൊക്കെ വന്നതുകൊണ്ട് നിങ്ങൾക്കതെല്ലാം മനസ്സിലാവും. ഹല്ലേലൂയ. ഇവരൊക്കെ വന്നത് നമ്മൾ സാക്ഷ്യ ജീവിതം അവസാനിപ്പിച്ച് പോകാനൊന്നുമല്ല. പോർക്കള മുൻപിൽ പിന്മാറുകയോ, പടി വാതിലിനി ഞാൻ തളരുകയോ. പോർക്കള മുൻപിൽ പിന്മാറുകയോ, പടി വാതിലിനി ഞാൻ തളരുകയോ. ഒന്നു ഞാൻ ചെയ്യുന്നു, മുൻപിലേക്ക് ഓടുന്നു, വിരുതൊന്നു താനൻ ലക്ഷ്യം. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ, സ്തുത്യർഹമേ തവ നാമം. എന്നിലും ഭക്തർ, എന്നിലും ശക്തർ, വീണു തകർന്നീ പോർക്കളത്തിൽ പലരും ആമേൻ ദുഷ്ടകഥാപാത്രങ്ങളോട് ഏർപ്പെട്ടപ്പോൾ അവർ സാധാരണ മനുഷ്യരല്ല. അവരിൽ വ്യാപരിച്ച ഒരു അന്ധകാരമുണ്ട്. അവരിലൂടെ ചെയ്ത ചില പദ്ധതികളുണ്ട്. സ്തോത്രം. പക്ഷേ നമ്മളെങ്ങനെ ജയിക്കുന്നത്? അർപ്പണം ചെയ്യുന്നാൽമനിയോഗാൽ അല്പമെനിക്കുള്ളതെല്ലാം അർപ്പണം ചെയ്യും ആത്മനിയോഗാൽ അല്പമെനിക്കുള്ളതെല്ലാം ഉന്നതനേ തവ സേവയിൽ ജീവിതം ഒന്നുമതി എനിക്കുലകിൽ. ഞാൻ എൻ്റെ ശരീരം, എൻ്റെ തലമുറകൾ, എൻ്റെ ശബ്ദം, എൻ്റെ താലന്തുകൾ, എൻ്റെ ഓർമ്മ, എൻ്റെ ചലനശേഷി മുഴുവനും
യേശുക്രിസ്തുവിൻ്റെ ലാഭത്തിനായി അർപ്പണം ചെയ്യുന്നുവെങ്കിൽ ഹല്ലേലൂയ, അവൻ വീഴാതെ സൂക്ഷിക്കും. ഹല്ലേലൂയ. അതൊന്നുകൂടെ ഒന്ന് പറയാം. ആമേൻ, സ്തോത്രം. യേശുക്രിസ്തു എൻ്റെ ഏകനാഥനും കർത്താവുമാണെങ്കിൽ അവൻ എന്നെ വീഴാതെ സൂക്ഷിക്കും. ആമേൻ, നിത്യാനന്ദത്തിൽ നിർത്തും. വീഴാതെ സൂക്ഷിക്കും, നിത്യാനന്ദത്തിൽ നിർത്തും. ആമേൻ, അവൻ നൽകിയ ആനന്ദത്തിൽ നിന്നാൽ ഞാൻ സൗഖ്യമുള്ളവനാണ്, ഞാൻ ബലവാനാണ്. ഐ ആം സഫിഷ്യന്റ് ടു ഫുൾഫിൽ മൈ റെസ്പോൺസിബിലിറ്റീസ്. എൻ്റെ ചുമതലകൾ അനുഗ്രഹീതമായി പൂർത്തീകരിപ്പാൻ ഞാൻ മതിയായവനാണ്. ഹല്ലേലൂയ. അപ്പോൾ 2 വാക്യങ്ങളിലാണ് ഈ 6 കഥാപാത്രങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ചിലർ പറയും, സഭയിൽ നുഴഞ്ഞു കയറി വന്ന കപടഭക്തിക്കാരെ കുറിച്ചല്ലേ ഇത്? ആമേൻ, സ്തോത്രമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നുഴഞ്ഞു കയറി വന്ന ചില കഥാപാത്രങ്ങളെക്കുറിച്ച് തന്നെയാണ്. അത് വായിക്കുമ്പം മനസ്സിലാവും. 12-ാം വാക്യം, 13-ാം വാക്യം. 12-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. യൂദായുടെ പുസ്തകം 12-ാം വാക്യം. ഇവർ നിങ്ങളുടെ ലവ് ഫീസ്റ്റ്, അതായത് അവിടെ ഹോളി കമ്മ്യൂണിയൻ ആദിമസഭയിൽ കർത്താവിൻ്റെ അത്താഴത്തോട് ചേർന്ന് അതിനുശേഷമോ ഒക്കെ സ്നേഹസദ്യകളുണ്ടായിരുന്നു. ഉച്ചനീചത്വങ്ങൾ കൂടാതെ, ഭാഷാ വ്യതിയാനങ്ങൾ കൂടാതെ, ആമേൻ, സഹോദരൻ എന്ന് പരസ്പരം സഹോദരങ്ങളെന്ന് വിലയേറിയവരായി കണക്കിട്ട് അവർ ഭക്ഷണം പങ്കുവയ്ക്കുമായിരുന്നു. സ്നേഹസദ്യ. ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, ഹിഡൻ റീഫ്സ്, RWFS, റോക്സ് എന്നല്ല, റീഫ്സ്. ആമേൻ, കാഠിന്യമുള്ളത് മറഞ്ഞു കിടക്കുന്നു സ്നേഹസദ്യകളിൽ. നിങ്ങളുടെ സ്നേഹസദ്യയിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ അതെന്താണെന്നൊന്ന് പഠിക്കണം. സ്തോത്രം. പിന്നീട് പറയാണ്, 12 വാക്യം ഒന്ന് വായിക്കുക, 12-ന്റെ ശേഷം വായിക്കുക. നിങ്ങളോട് കൂടെ വിരുന്ന് കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ. അവിടെ ഒരു ചെറിയ വ്യാകരണ വ്യത്യാസമുണ്ട്. സെൽഫിഷ് ഷെപ്പേർഡ്സ് ഹൂ ഫീഡ് ദംസെൽവ്സ്. നിങ്ങളെ തന്നെയല്ല, തങ്ങളെ തന്നെ എന്ന് തിരുത്തി വായിച്ചാൽ കുറച്ചുകൂടെ മനസ്സിലാവും. ഇടയന്മാരാണ് സെൽഫിഷ് ഷെപ്പേർഡ്സ്. സ്വാർത്ഥത കൊണ്ട് ആടിനെ തീറ്റാതെ, ഒരു ഭയവും കൂടാതെ, ആമേൻ, ഉടമസ്ഥൻ ചോദിക്കും, കണക്ക് ചോദിക്കുമെന്ന് യാതൊരു ഭയം കൂടാതെ അവരെ തന്നെ, തങ്ങളെ തന്നെ തീറ്റുന്നു. ഫീഡിങ് ദംസെൽവ്സ്. ഇംഗ്ലീഷിൽ അത് ആമേൻ തെറ്റില്ലാതെ ഉണ്ട്. ആമേൻ, തങ്ങളെ തന്നെ. ഷെപ്പേർഡ്സ് ഫീഡിങ് ദംസെൽവ്സ് വിത്തൗട്ട് ഫിയർ. അതും അറിയണം, അവരാരാന്നറിയണം. പിന്നെ വായിക്കുന്നു, 12-ന്റെ തുടർന്ന് വായിക്കുക. മഴമേഘങ്ങളാണ്, കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ. വാട്ടർലെസ് ക്ലൗഡ്സ്. ആഴമുള്ളൊരു വിഷയമാണ്. പിന്നെ അടുത്ത കഥാപാത്രം, 4-ാമത്തെ കഥാപാത്രം, 12-ാം വാക്യം. ഇല കൊഴിഞ്ഞു, നോ റൂട്ട്സ് നോ ഫ്രൂട്ട്സ്. ഫലവും ഇല്ല, വേരും ഇല്ല. ജീവിതത്തിൽ തമ്പുരാൻ ഒരു 2ാമത് അവസരവും കൊടുത്തു ജീവൻ പ്രാപിക്കാൻ. പക്ഷേ 2ാം ഊഴവും ചത്തു. 2 ഉരു ചത്തു. ഇലയില്ല, വേരുമില്ല, പഴവുമില്ല, 2 ഉരു ചത്ത വൃക്ഷങ്ങൾ. എന്താന്ന് പഠിക്കണം. എത്ര അപകടകരമാണ് ഈ കഥാപാത്രങ്ങളെന്ന് മനസ്സിലാണ്. സ്തോത്രം. ഇനി 13-ാം വാക്യം. ഇപ്പം 4 കഥാപാത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു, വിശദീകരിച്ചില്ല, പറഞ്ഞതേ ഉള്ളൂ. 13-ാം വാക്യം. തങ്ങളുടെ നാണക്കേട് നുരച്ച് തള്ളുന്ന കൊടിയ കടൽത്തിരകൾ. വേവ്സ് ഹാവ് പവർ. കടൽത്തിരകൾക്ക് ശക്തിയുണ്ട്. പക്ഷേ ഫ്രോത്തിങ് ഔട്ട്, നുരച്ച് തള്ളുക, എന്താണെന്നറിയാം? നാണക്കേട്. അത് അറിയണം എന്താണ്. ഇനി 13-ന്റെ 2-ാം പകുതി. സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ. അങ്ങനെ ഒരു കഥാപാത്രമുണ്ട്. വാണ്ടറിങ് സ്റ്റാർസ്. പ്രത്യേക ഭ്രമണപഥമൊന്നും അനുസരിക്കുന്നില്ല. അങ്ങ് നിയന്ത്രണമില്ലാതെ, ആമേൻ, നല്ല തിളക്കമുള്ള കഥാപാത്രങ്ങൾ, അതാ നക്ഷത്രങ്ങൾ. അവരങ്ങനെ നടക്കുക. അപ്പോൾ എണ്ണി പറയാൻ പോവാ. സ്തോത്രം. ആമേൻ. പ്രാർത്ഥനയോടെ ഇരിക്കുക. ഈ 6 കഥാപാത്രങ്ങൾ നമ്മെ സ്വാധീനിക്കരുത്. നിങ്ങളുടെ തലമുറകളെ സ്വാധീനിക്കരുത്. ഇതിനു മുമ്പ് സ്വാധീനിച്ച് കെടുതി വരുത്തിയിട്ടുണ്ടെങ്കിൽ, നഷ്ടം, അസ്വസ്ഥത, ഭിന്നത വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ പരിഹരിപ്പാൻ ഒരു നല്ല ഇടയനുണ്ട്. ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ
ഏറ്റവും അടുത്ത ബന്ധുവായി ചേർത്ത് നിർത്തുമ്പോൾ ഹല്ലേലൂയ വീഴാതെ വണ്ണം സൂക്ഷിച്ച് ആനന്ദത്തോടെ നിർത്തും. സ്തോത്രം. ആദ്യത്തെ കഥാപാത്രം ഫസ്റ്റ് ഈവിൾ ക്യാരക്ടർ. സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കും പാറകൾ. ഡേഞ്ചറസ് റീഫ്സ് ഹിഡൻ അറ്റ് യുവർ ലവ് ഫീസ്റ്റ്. ഒരു പക്ഷേ ഈ ഭാഗം എഴുതുമ്പോൾ യൂദായുടെ മനസ്സിൽ തൻ്റെ തന്നെ പേര് മോശമാക്കിയ വേറൊരുത്തനെ കുറിച്ച് ഓർത്തു കാണും. അവസാന അത്താഴ സമയത്ത് ഇസ്കോരിയോത്താവ് ജൂഡാസ് ഇസ്കറിയോത്ത്, അവൻ തൻ്റെ പേര് തന്നെ യൂദാ, അവൻ മറഞ്ഞിരിക്കുകയാണ്. അവനിൽ കാഠിന്യമുള്ള ആർദ്രതയില്ലാത്ത പാറ പോലെ കഠിനമായ ചില ചിന്തകളുണ്ടായിരുന്നു. അത് ദുഷ്ടൻ കൊടുത്തതാണ്. അവൻ ആ സ്നേഹസദ്യയിൽ നിന്ന് എഴുന്നേറ്റു. അവൻ പുറത്തുപോയി ഒറ്റി അവൻ്റെ ജീവിതവും നശിപ്പിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. സ്നേഹസദ്യയിൽ സ്നേഹം നടിക്കും. ഡെലിബറേറ്റ് ഡിസെപ്ഷൻ. സ്നേഹം നടിക്കും, കൂടെ നടക്കും. ഇത് വിശദീകരിക്കാൻ ഈ ട്രാൻസ്ലേറ്റേഴ്സ് ഹാൻഡ് ബുക്ക് എന്നൊക്കെ പറഞ്ഞ് പണ്ട് വേദപുസ്തക പരിഭാഷകരെ സഹായിക്കുന്ന ചില വിശദീകരണ പുസ്തകങ്ങൾ, അതിനകത്ത് 2 കാര്യങ്ങളാണ് ഈ സ്നേഹസദ്യയിൽ മറഞ്ഞു കിടക്കുന്ന പാറകളെ വിശദീകരിക്കാൻ എഴുതിയിരിക്കുന്നത്. ഒന്ന്, ഈ കടൽപ്പുറത്ത്, ഗലീലാക്കടലൊക്കെ അവിടെ ഉണ്ടല്ലോ, വീട്ടിലിരുന്ന് ഭക്ഷണം സ്നേഹസദ്യ കഴിക്കാതെ വേറെ ഒരു ശീലമുണ്ട്. സായാഹ്നങ്ങളിൽ അങ്ങനെ ദ്രാവകമായിട്ടുള്ള ഭക്ഷണം അല്ലെങ്കിൽ ബ്രെഡ് അല്ലെങ്കിൽ കനലിൽ ചുട്ട അട, പിന്നെ നമ്മുടെ ഭാഷ പറഞ്ഞ അൽഫാം, ബാർബിക്യൂ ചെയ്ത മീന്, ചുട്ട മീന്, ഇതൊക്കെ കയ്യിൽ പിടിച്ച് കരം കോർത്ത് ഒരുമിച്ച് സ്നേഹസംഭാഷണം നടത്തി നടക്കുന്ന ഒരു പരിപാടിയുണ്ട്. കടൽ തീരമാണ്, പഞ്ചസാര മണലാണ്, ഉപ്പ് രസമുണ്ട്, ഉപ്പുതരികളൊക്കെ ഉണ്ട്. അങ്ങനെ ചെരുപ്പില്ലാതെ നടക്കുന്നത് നല്ലതാണ്. അതാണ് മുക്കുവന്മാർക്ക് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കുറവായിരിക്കുന്നത്, കാരണം ചെരുപ്പില്ലാതെ തരിമണലിൽ നടക്കുന്നത് കൊണ്ട്. അതുപോലെ നേപ്പാളിലെ ലാമാമാർ ചെരുപ്പിടാതെ നനഞ്ഞ പുല്ലിലൂടെ നടക്കുന്നത് കൊണ്ട് അവർക്ക് ഈ പറഞ്ഞ രോഗങ്ങളൊന്നുമില്ല. അതുപോലെ മണലിൽ നടക്കുന്നത് നല്ലതാണ്. ഇവരിങ്ങനെ നടക്കുമ്പോൾ മണ്ണിൽ ബ്ലേഡ് പോലെ മുനകളുള്ള കഠിനമായ വെള്ളക്കല്ലുകൾ പുതഞ്ഞു കിടന്നാൽ കാലുമുറിയും ഉപ്പുരസവും ഒക്കെ ചേർത്ത് വന്നാൽ അത് വലിയൊരു മുറിവായിരിക്കും. കാഠിന്യമുള്ള മനുഷ്യർ അവരുടെ അന്ധകാര ദുഷ്ടപദ്ധതി പ്രകാരം നിങ്ങളുടെ തലമുറകളോട് ചേർന്ന് നിങ്ങളോട് ചേർന്ന് നടക്കുമ്പോൾ കരിയാത്ത മുറിവുകൾ ഉള്ളിൽ നൽകുന്നു മനഃപൂർവ്വം. ഹല്ലേലൂയ. സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ എത്ര മുറിഞ്ഞാലും കുഴപ്പമില്ല, സ്നേഹമെന്നു മറുപേരുള്ളവൻ പകർന്നു നൽകുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം. സ്നേഹസദ്യകളിൽ ഭക്ഷണം മാത്രമല്ല വിളമ്പുന്നത്, സ്നേഹവും വിളമ്പും. എന്നാൽ കറയില്ലാത്ത സ്നേഹം വിളമ്പുന്ന ഒരിടമുണ്ട്, അതവൻ്റെ പാദപീഠമാണ്. ആരൊക്കെ നിന്റെ മനസ്സ് മുറിച്ചാലും, നിന്റെ തലമുറകൾ ഏതൊക്കെ ബന്ധങ്ങളിൽ ഏങ്ങലടിക്കുന്നുവെങ്കിലും പുറത്ത് കാണാനാവാതെ രോഗകാരണമായി അവൻ്റെ ആന്തരിക മേഖലകളിൽ, അവൻ്റെ മനസ്സിൽ, ഓർമ്മകളിൽ എത്ര മുറിവുകളുണ്ടെങ്കിലും അവൻ്റെ സാമീപ്യം ധാരാളം മതി. ഹല്ലേലൂയ. കടപ്പുറത്തെ നടപ്പും കാലിൽ മുറിച്ച പാറകളും മനസ്സിലിരിക്കട്ടെ. മറ്റൊരു ചിത്രവും കൂടെ കൊണ്ടുവരിക. സ്തോത്രം. ഒരു പടക് വെള്ളത്തിലൂടെ പോവുക, അപകടമൊന്നുമില്ല, തിരകളൊന്നുമില്ല, സ്തോത്രം. എന്നാൽ വെള്ളത്തിൽ മറഞ്ഞു കിടന്ന ഒരു റീഫ്, ഒരു പാറക്കൂട്ടം, പടക് തകർന്നു. അത് തിമോത്തിയോസിലൊക്കെ ആ ഒരു ഭാഷയുണ്ടല്ലോ. 1 തിമോത്തിയോസ് 1:19 പരിചയമാണ്. ഷിപ്രക് ഓഫ് ദെയർ ഫെയ്ത്ത്, അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു. ഹല്ലേലൂയ. എന്നോട് സങ്കടം പറയാൻ ചില മീറ്റിങ്ങുകളിലൊക്കെ ചിലർ വരും. ഒരു സഹോദരി എന്നോട് പറഞ്ഞു, കൈകൊട്ടി പാടുന്ന വീടാണ് ഭർത്താവിൻ്റെ വീട്, എന്നാൽ സ്ത്രീധനത്തിൻ്റെ പേരിലും മറ്റു പല വിഷയങ്ങളിലും കാരണമില്ലാതെ എന്നെ തകർത്തു. അവരുടെ വിശ്വാസം എനിക്ക് വേണ്ട, എൻ്റെ വിശ്വാസ കപ്പൽ തകർന്നു. ഹല്ലേലൂയ. എന്നാൽ പടകിൻ്റെ ഒരു ക്യാപ്റ്റൻ ഉണ്ട്, കർത്താവ്.
ഹല്ലേലൂയ. എത്ര തകർന്നാലും എത്ര ആഴമുള്ള പെരുവെള്ളമാണെങ്കിലും അവിടെ നിന്ന് നിന്റെ പടകിനെ പരിഹരിച്ച് എത്തേണ്ട അനുഗ്രഹ തീരത്തെത്തിക്കുവാൻ അവൻ മതിയായവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഡിസെപ്റ്റീവ് റിലേഷൻസ്, ഞാൻ അങ്ങനെ അതിന് തലക്കെട്ട് കൊടുക്കുക. സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, ചതിയുള്ള ബന്ധങ്ങൾ, സ്നേഹം നടിക്കുന്ന ചതിക്കുന്ന ബന്ധങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ടോക്സിക് റിലേഷൻസ്, അനേക അനുഗ്രഹീത ഭാവി ഉള്ള കുഞ്ഞുങ്ങൾ തകർന്നത് അങ്ങനെയാണ്. നാട്യങ്ങൾ, കാപട്യങ്ങൾ, വഞ്ചനകൾ, ആമേൻ, സ്തോത്രം. ആ വ്യക്തികളൊന്നും വന്ന് കയറിയതല്ല, അതിൻ്റെ പിന്നിൽ നിന്റെ കുടുംബത്തെയും തലമുറകളെയും തകർക്കാനുള്ള ചില ദുഷ്ടപദ്ധതികളുണ്ട്. ആമേൻ, ഈ കഥാപാത്രങ്ങൾ അത് ഒന്നാമത് ഞാൻ വെക്കുകയാ. സ്തോത്രം. സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടന്ന മനസ്സലിവില്ലാത്ത കാഠിന്യമുള്ള പാറകൾ അവർ മുറിക്കും, അവർ തകർക്കും. പക്ഷേ യേശു കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ, തലമുറകളുടെ ജീവിതങ്ങളെ പണിയും, വീഴാതെ സൂക്ഷിക്കും, ആനന്ദത്തോടെ നിർത്തും. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നുകൂടെ പറയാൻ നമുക്ക്, ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തു എന്നെയും എൻ്റെ തലമുറകളെയും പ്രിയപ്പെട്ടവരെയും വീഴാതെ സൂക്ഷിക്കും. He will keep me from stumbling. ആനന്ദത്തോടെ അവൻ നിർത്തും. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. വിത്ത് റിജോയ്സിങ് വിതൗട്ട് ഇന്റർവെൽസ് ഓഫ് ഗ്രീഫ്. ആമേൻ. നെടുവീർപ്പിൻ്റെ ഇടവേളകളില്ലാതെ, ആമേൻ, നിരന്തര ഔഷധമായ ഉള്ളിലെ ആനന്ദം നൽകി അവൻ നിർത്തും. Hallelujah. Jesus Christ, my master and sovereign Lord. അവൻ എൻ്റെ ഏകനാഥനും ആമേൻ എൻ്റെ കർത്താവുമാണ്. രണ്ടാമത്തെ കഥാപാത്രം, സ്തോത്രം, 12-ാം വാക്യമാണ്. യൂദാ 12. നിങ്ങളോട് കൂടെ വിരുന്ന് കഴിഞ്ഞ് ഭയം കൂടാതെ, ഞാൻ തിരുത്തുക, തങ്ങളെ തന്നെ, നിങ്ങളെ തന്നെ എന്നുള്ളത് ആമേൻ, തങ്ങളെ തന്നെ. വേദപുസ്തകം തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ അർത്ഥം മനസ്സിലാകാൻ. ആമേൻ. സെൽഫിഷ് ഷെപ്പേർഡ്സ്, ആമേൻ, ദേ ഫീഡ് ദെംസെൽവ്സ് വിതൗട്ട് ഫിയർ. തങ്ങളെ തന്നെ, സ്തോത്രം, സ്വാർത്ഥതയോടെ. ഞാൻ ഛത്തീസ്ഗഡിൽ ദന്തേവാഡ ജില്ലയിൽ വേല ചെയ്ത സമയത്ത് 1999 അവിടെ ഈ ആടുകളെ 10-60 ആടുകളെ കാട്ടിലേക്ക് തീറ്റാൻ ഇടയന്മാർ കൊണ്ടുപോകും. അതിൽ ചില കള്ളന്മാരിടയന്മാരുണ്ട്. ഒരു സുഖം, കൃഷിസ്ഥലത്തിന് വശത്തൂടെ നടക്കുമ്പം കണ്ടോ നട്ടതെല്ലാം വടി കൊണ്ട് ചായച്ചു കൊടുക്കും. അത് തിന്നങ്ങ് പഠിക്കും. കാട്ടിൽ ഇഷ്ടം പോലെ പുല്ലുണ്ടെങ്കിലും ഇത് നശിപ്പിക്കാതെ പോവുകയില്ല. അപ്പോൾ ഇടയപരിപാലനം, ഇടയൻ എങ്ങനെയോ അങ്ങനെ ഒരു ക്യാരക്ടർ ഫോർമേഷൻ, സ്വഭാവ രൂപവൽക്കരണം ആടുകൾക്കും ഉണ്ടാവും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഇഫ് ദേ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ റോങ് മെന്റേഴ്സ്, തെറ്റായ വ്യക്തികൾ അവരുടെ സ്വഭാവത്തെ സ്വാധീനിച്ചെങ്കിൽ, ചിലപ്പോൾ അവർ ഇന്ന് വീണത് ഇന്നലെ കിട്ടിയ ഒരു ഉന്ത് കാരണമാണ്. ആമേൻ. പുഷ് ഓഫ് യെസ്റ്റർഡേ കോസ് ദം സ്റ്റംബിൾ ടുഡേ. ഇന്നലെ ചില വ്യക്തികൾ അവരുടെ ജീവിതത്തെ തെറ്റായി സ്വാധീനിച്ചപ്പോൾ ഇന്ന് അവർ വീണതാണ്. സ്തോത്രം. തെറ്റായ ഇടയന്മാർ, സ്വാർത്ഥരായ ഇടയന്മാരെ കുറിച്ച് യൂദാ എഴുതുമ്പോൾ തീർച്ചയായും യൂദായുടെ മനസ്സിൽ 2 വാക്യങ്ങൾ വന്നു കാണും. ഒന്ന്, യെശയ്യാവിൻ്റെ പുസ്തകം 56. അത് ദൈവാത്മാവ് ഓർപ്പിച്ച് കാണും യൂദായെ. യെശയ്യാവ് 56, 10-12 വാക്യങ്ങൾ. 10-ാം വാക്യം 10, 11, 12. യെശയ്യാവ് 56:10. ആമേൻ. കുരുടന്മാരായ കാവൽക്കാർ, ബ്ലൈൻഡ് വാച്ച്മെൻ, കുരയ്ക്കാൻ അറിയാത്ത ഊമനായ്ക്കൾ, ഡംബ് ഡോഗ്സ്, നിദ്രാപ്രിയന്മാർ, ഇടയന്മാരെ ഉപമിക്കുകയാണ്. ആമേൻ, സ്തോത്രം. ലവിങ് ടു സ്ലംബർ, തൃപ്തിപ്പെടാത്ത നായ്ക്കൾ, ഗ്രീഡി ഡോഗ്സ്, സൂക്ഷിപ്പാൻ അറിയാത്ത ഇടയന്മാർ, താന്താൻ്റെ വഴിക്കും ലാഭത്തിനും തിരിഞ്ഞിരിക്കുന്നു. കണ്ടോ, സെൽഫിഷ് മോട്ടീവ്സ്. ഇന്ന് ആശുപത്രി ചെന്നാൽ, സ്തോത്രം, എന്തിനാണ് ചെറിയ അസുഖത്തിന് ആമേൻ ഒരു 3/4 കിലോ ഗുളിക തരുന്നത്? അതിൻ്റെ ലാഭം അവർക്കുണ്ട്, അവരുടെ ലാഭം. നമുക്ക് പുതിയ രോഗങ്ങൾ വന്നാൽ വിഷയമല്ല. സ്തോത്രം. ആമേൻ. ദ്രവ്യാഗ്രഹത്തിൻ്റെ ഒരു കാലമാണ്. സ്തോത്രം. ആമേൻ. അവര് അലസതയിലും ആർത്തിയിലും ആയിരിക്കുന്നു ഇടയന്മാർ. എസെക്കിയേൽ 34 കുറച്ച് വാക്യം കൊണ്ട് വായിച്ച് വിശദീകരിക്കാം. സ്തോത്രം. നിങ്ങൾ ആടുകളെ മേയ്ക്കുന്നില്ല. 34:3.
നിങ്ങൾ ആടുകളെ മേയ്ക്കുന്നില്ല. 3-ാം വാക്യം 34:3 യെഹെസ്കേൽ. അതിൻ്റെ 4-ാം വാക്യം, നിങ്ങൾക്ക് ചുമതലകളില്ലേ? ആമേൻ, സ്തോത്രം. അപ്പനും അമ്മയ്ക്കും പട്ടക്കാർക്കും ഉപദേശിമാർക്കും മൂപ്പന്മാർക്കും കമ്മിറ്റിക്കാർക്കും ഒക്കെ ചുമതലയില്ലേ? 34-ാം വാക്യം, നിങ്ങൾ ബലഹീനമായതിനെ ശക്തീകരിക്കുന്നില്ല, ദീനം പിടിച്ചതിനെ ചികിത്സിക്കുന്നില്ല, ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുന്നില്ല, ചിതറിപ്പോയതിനെ തിരിച്ചു വരുത്തുന്നില്ല, കാണാതെ പോയതിനെ അന്വേഷിക്കുന്നില്ല. നിങ്ങൾ കഠിനതയോടെ ക്രൂരതയോടെ ഭരിക്കുന്നു, വിത്ത് ഹാർഷ്നെസ് ആൻഡ് ബ്രൂട്ടാലിറ്റി. ചില കുഞ്ഞുങ്ങൾ അത് പറയുകയല്ല. അവരെ ആമേൻ സ്തോത്രം പഠിക്കുന്ന ഇടങ്ങളിൽ, അവർ ജോലി നോക്കുന്ന ഇടങ്ങളിൽ, ആമേൻ അവരുടെ ദേവാലയങ്ങളിൽ ആമേൻ അവരോട് കോപിക്കുന്നു, അവരെ വേദനിപ്പിക്കുന്നു, അവരെ നിന്ദിക്കുന്നു. ആമേൻ സ്തോത്രം, വിത്ത് ഹാർഷ്നെസ് ആൻഡ് ബ്രൂട്ടാലിറ്റി, ക്രൂരതയോടെ കഠിനതയോടെ. സ്തോത്രം. തെറ്റായ വ്യക്തികൾ, ഹല്ലേലൂയ, സ്വാർത്ഥതയോടെ കാഠിന്യത്തോടെ അവരോട് ഇടപെടുന്നു. സ്തോത്രം. അവരുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു. സ്തോത്രം. റോങ് ക്യാരക്ടർ ഫോർമേഷൻ, സ്വഭാവ വൈകല്യം വരുത്തുന്ന ഇടയന്മാർ. അങ്ങനെ കഥാപാത്രങ്ങളുണ്ട്. ഹല്ലേലൂയ. സ്വഭാവ വൈകല്യം വരുത്തും സ്വാധീനത്താൽ. നല്ല കുഞ്ഞുങ്ങളാ, പഠിക്കാൻ പോയി, ഹോസ്റ്റലിൽ പോയി, തൊഴിൽ സ്ഥലത്ത് പോയി, ദൂരദേശത്ത് പോയി, പിശാച് തെറ്റായ വ്യക്തികളെ അയച്ചു, സ്വഭാവ ദൂഷ്യങ്ങൾ വന്നു. ഹല്ലേലൂയ. ആ കാഠിന്യത്തിന് മുമ്പിൽ, പ്രലോഭനങ്ങൾക്ക് മുൻപിൽ, ആമേ സ്തോത്രം, ദുശീലങ്ങൾക്ക് മുൻപിൽ, ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾക്ക് മുൻപിൽ സ്വഭാവം വികലമായി. എത്ര തകർന്നാലും ഹല്ലേലൂയ വിശുദ്ധിയിലേക്ക് കഴുകിയെടുക്കുന്ന ഒരുവനുണ്ട്. Hallelujah. He will cleanse them and own them. കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തുന്ന ഒരുവനുണ്ട്. നിങ്ങളുടെ തലമുറകളുടെ അവസ്ഥ എത്ര വഷളായി പോയെങ്കിലും, ആ വഷളത്വം എത്ര വൈകിപ്പോയെങ്കിലും, ഹല്ലേലൂയ, യേശു കർത്താവിനെ ശുദ്ധീകരിച്ച് ആമേൻ സ്തോത്രം ഉപയോഗിപ്പാൻ സാധിക്കും. പക്ഷേ ഏൽപ്പിച്ചു കൊടുക്കണം, കുഞ്ഞിൻ്റെ കരം പിടിച്ച് ഏൽപ്പിച്ചു കൊടുക്കണം. ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തു വീഴാതെ നിർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ രണ്ടാമത്തേത്, അത് എങ്ങനെ തലക്കെട്ട് വേണേലും കൊടുക്കാം. ടോക്സിക് മെന്റർഷിപ്പ് എന്നൊരു തലക്കെട്ടുണ്ട്. ടോക്സിക് മെന്റേഴ്സ്, തെറ്റായ വിഷലിപ്തമായ സ്വഭാവ രൂപവൽക്കരണം നൽകുന്ന വ്യക്തികളാണ്. സ്തോത്രം. ഒന്ന്, സ്തോത്രം, സ്നേഹസദ്യകളിൽ മറഞ്ഞു നിൽക്കുന്ന പാറകൾ, ഡിസെപ്റ്റീവ് ഹർട്ടിംഗ് റിലേഷൻസിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. 2, സ്വഭാവ രൂപവൽക്കരണത്തെ തെറ്റായി സ്വാധീനം. 3, ഇത് കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. 12-ാം വാക്യം, കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, എംപ്റ്റി ക്ലൗഡ്സ് മൂവിങ് അക്രോസ് ദ സ്കൈ. കാർമേഘം ഒരു പ്രതീക്ഷയാണ്. കൃഷിക്കാരന് സമയത്ത് മഴ കിട്ടിയില്ലെങ്കിൽ അഗ്രികൾച്ചർ ഈസ് ലൈക്ക് ഗാംബ്ലിങ്. വെറിക്കൂത്ത് പോലെ, ലോട്ടറി എടുക്കുന്നത് പോലെയാണ്. മുടക്കി കിട്ടിയില്ല, പക്ഷെ മഴ പ്രതീക്ഷിച്ചു, മുകളിലൂടെ സഞ്ചരിച്ചത് വെള്ളമില്ലാത്ത മേഘമായിരുന്നു. ഇപ്പം ചോദ്യം, തിരുവചനത്തിൽ മഴ, മഞ്ഞ്, ഇതെന്തിൻ്റെ സൂചനയാണ്? തിരുവചനം വായിക്കാം. ആവർത്തന പുസ്തകം 32:2, ഡ്യൂട്രോണമി ചാപ്റ്റർ 32 വേഴ്സ് 2, 32:2. മഴ പോലെ എൻ്റെ ഉപദേശം പൊഴിയും, എൻ്റെ വചനം മഞ്ഞുപോലെയും. ശ്രദ്ധിക്കണം, ഇളം പുല്ലിൽ പൊടിമഴ പോലെയും. ദൈവവചനം എങ്ങനെയാ? ഇളം പുല്ല്. സ്തോത്രം. ജെന്റിൽ റെയിൻ ഓൺ ടെൻഡർ ഗ്രാസ്. നനുത്ത പുല്ലിൽ പെരുമഴ പെയ്ത പുല്ലുപോയി. നനുത്ത പുല്ലിൽ നനുത്ത മഴ. ഹല്ലേലൂയ. സൺഡേ സ്കൂളിൽ വന്ന് സഭാവിഭാഗത്തിൻ്റെ ചരിത്രവും ദൈവശാസ്ത്രവും പഠിപ്പിച്ച പിള്ളേർക്ക് ദഹിക്കുകയില്ല. ആമീൻ സ്തോത്രം. അപ്പനേക്കാൾ അമ്മയേക്കാൾ ചേർത്ത് പിടിക്കുന്ന, തോറ്റുപോകാത്ത സ്നേഹം, ജീവൻ നൽകുന്ന സ്നേഹം, ഇടയനായ യേശുവപ്പച്ചൻ. മനസ്സിലാവർക്കല്ലയോ? സ്തോത്രം. ആമീൻ. അപ്പോൾ ഒരു വാക്യം കൊണ്ട് വായിക്കാം. യെശയ്യാ 55. ആമീൻ. ദൈവവചനം അയക്കപ്പെടുമ്പോൾ അത് ഫലം നൽകും. യെശയ്യാ 55 10-11 വാക്യങ്ങൾ. യെശയ്യാ 55 10-11. മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യും, ഭൂമിയെ നനയ്ക്കും, ഫലവത്താക്കും, വിളയിക്കും.
ഹല്ലേലൂയ. ആ വചനം അയച്ച കാര്യം സാധിപ്പിക്കും. സ്തോത്രം. പക്ഷേ ദൈവം ചിലരെ ഉയർത്തി. ഭൂമിയുടെ അധോഭാഗത്ത് മണ്ണിൽ അടങ്ങേണ്ട ചിലരെ ആമേൻ ഉറവായി ഉയർത്തി, നീരാവിയായി ഉയർത്തി, മേഘമായി ഉയർത്തി. ചിലരെ ഉയർത്തി തമ്പുരാൻ പ്രതീക്ഷിച്ചു. ഈവൻ സത്യസുവിശേഷം, ആമേൻ, മാറ്റമില്ലാത്ത സുവിശേഷം, ഒരിക്കലായി ഭരമേൽപ്പിച്ച രക്ഷയുടെ സുവിശേഷം, അവനത് സാക്ഷിക്കുമെന്ന ദൈവം പ്രതീക്ഷിച്ചു. ഈ നീരാവി പൊങ്ങി മഴ പെയ്യുന്ന കാര്യം തമ്പുരാൻ അറിയാമോ? പിന്നെ എത്രയോ വർഷം മുമ്പ് എഴുതി വെച്ചു. ഇയ്യോബിൻ്റെ പുസ്തകം 36, ഇയ്യോബിൻ്റെ പുസ്തകം 36, 27, 28. മലയാളത്തിൽ വായിക്കുമ്പോൾ അത് അത്ര ശ്രദ്ധിക്കുകയല്ല നമ്മൾ. ഇയ്യോബ് 36, 27, 28. അവൻ നീർത്തുള്ളികളെ ആകർഷിക്കുന്നു, അവൻ്റെ ആവിയാൽ അവ മഴയായി പെയ്യുന്നു. അവൻ നീർത്തുള്ളികളെ ആകർഷിക്കുന്നു. ഇംഗ്ലീഷിൽ ഹീ മേക്സ് വാട്ടർ ഡ്രോപ്സ് ഇവാപറേറ്റ്. 36:27. അങ്ങ് താഴെ മണ്ണിൽ അകപ്പെട്ടു പോകേണ്ട വെള്ളത്തെ അവൻ അതിനെ ഉറവാക്കി, ഒഴുക്കാക്കി, ചൂടിനെ അയച്ച് ഉയർത്തി മേഘത്തോളം ഉയർത്തുന്നു. ഹല്ലേലൂയ. മേഘങ്ങൾ അവയെ ചൊരിയുന്നു, മനുഷ്യരുടെ മേൽ ധാരാളമായി പൊഴിക്കുന്നു. എന്നാൽ ദൈവം ഉയർത്തിയവർ സഭാവിഭാഗങ്ങളിൽ വിഭവങ്ങൾ നൽകി, പദവി നൽകി, വിദ്യാഭ്യാസം നൽകി ഉയർത്തിയവർ വചനമില്ലാത്ത പാഴ്മേഘങ്ങളായി. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ദേവാലയങ്ങളിൽ ചെന്നു 15 മിനിറ്റ് പ്രസംഗം കേൾക്കാനുണ്ട്. എന്തൊക്കെയാണോ വിഷയങ്ങൾ? അയ്യോ, ഭയങ്കര വിഷയങ്ങൾ. ആന തടി വലിക്കുന്നു, പക്ഷേ ബീഡി വലിക്കുന്നില്ല. സഭയായി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നല്ലൊരു വിഷയം. രോഹങ്ക്യു അഭയാർത്ഥികളുടെ പിള്ളേർക്ക് ചൊറിയും ചിരങ്ങും നമ്മുടെ സഭയ്ക്കൊരു ചുമതല ഇല്ലേ? ഇല്ലേ? ഉണ്ട്. സ്തോത്രം. ബൈബിളിൽ മതസൗഹാർദ്ദത്തിന് ഭീഷണിയായ വാക്യങ്ങൾ എങ്ങനെ നമുക്ക് പരിഷ്കരിക്കാം? എവിടെയുണ്ട് ദൈവവചനം? ഓസോൺ പാളിയിൽ വിള്ളൽ. യുവജനങ്ങളായ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എന്താ ചെയ്യണം? ഭൂമി മുങ്ങുന്ന ഒരു കപ്പലാണ്, ഇതിൽ പെയിന്റ് അടിക്കാൻ പറയും. രക്ഷയുടെ സുവിശേഷം, ആമേൻ, ഏക മധ്യസ്ഥനായ യേശു കർത്താവിൻ്റെ സുവിശേഷം മണ്ണുകൊണ്ട് തൽക്കാലം നൽകിയ, ഇറ്റ് ഈസ് എ ഷോർട്ട് ടേം കമ്മീഷൻ. ഹ്രസ്വകാലത്തേക്ക് ഇവിടെ മണ്ണുകൊണ്ട് ഒരു ശരീരം തന്നു. അത് യൂസ് ആൻഡ് ത്രോ സിസ്റ്റമാണ്. അവൻ്റെ കാലിലേക്ക് എറിയണം, അവനായി ഉപയോഗിക്കണം. അതിൻ്റെ കണക്ക് ചോദിക്കാൻ അവൻ വരും. ദൈവം ഉയർത്തിയവർ വലിയ പാർട്ടികളെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ കരുതുന്ന വചനമില്ലാത്ത മേഘങ്ങളായി. വചനമില്ലാതെ അവർ വരണ്ടുപോയി. മഴ തരാത്ത മേഘങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. ശലോമോൻ ഒരിക്കൽ പറഞ്ഞു സദൃശ്യവാക്യങ്ങളിൽ, ഇങ്ങനെ വലിയ പുള്ളികളുണ്ടല്ലോ, അവരൊരു കാര്യം ചെയ്യുന്നുണ്ട്. അതിനകത്ത് മഴയും ഒക്കെ പുള്ളി തന്നെ കയറ്റി ദൈവാത്മാവിൽ. സദൃശ്യവാക്യം 25, അതിൻ്റെ 14-ാം വാക്യം. സദൃശ്യവാക്യം 25:14. സ്തോത്രം. ദാനങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നവർ. 25:14 സദൃശ്യവാക്യം. മഴയില്ലാത്ത മേഘവും കാറ്റും പോലെ, മഴയില്ലാത്ത മേഘവും കാറ്റും പോലെയാണ്. അവർ തന്നെ പ്രശംസിക്കുക. അയ്യോ, ആമേൻ, എൻ്റെ ഇലക്ഷനിലെ ജയം, എൻ്റെ പ്രസംഗം, എൻ്റെ പാട്ട്, ആമേൻ, എൻ്റെ പ്രസംഗം. അവരവരുടെ ദാനങ്ങളെ, ദൈവം സൗജന്യമായി ശുശ്രൂഷയ്ക്ക് കൊടുത്ത വൈഭവങ്ങളെ ചൊല്ലി അവരവരെ തന്നെ പൊക്കിക്കൊണ്ടിരിക്കുക, കർത്താവിനെ ഉയർത്തുന്നതിന് പകരം. ഹല്ലേലൂയ. വചനമില്ല, മിനിസ്റ്റേഴ്സ് വിത്തൗട്ട് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവ വചനമില്ലാത്ത, ആമേൻ, ആത്മീയ നേതാക്കന്മാർ വലിയ ദുഷ്ടത്തര ചെയ്യുന്നു. അവർ ചെയ്യുന്ന ഉപദ്രവം ചെറുതല്ല. ആമേൻ, സ്തോത്രം. നനുത്ത പുല്ലിൽ പെരുമഴ വേയിച്ച് നശിപ്പിക്കുകയും, ഹല്ലേലൂയ, വചനമില്ലാതെ, ആമേൻ, വചനമെന്ന ദാഹജലമില്ലാതെ മരുഭൂമിയിൽ അവരെ പറഞ്ഞയക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ആമേൻ. അവർ ചെയ്ത കെടുതി ഒരുപക്ഷെ നിങ്ങളുടെ തലമുറകളിൽ കാണും, സഹോദര കുടുംബങ്ങളിൽ കാണും. യേശുവിനെ സ്വന്തം കർത്താവായി ഏറ്റവും ബന്ധുവായി സ്വീകരിക്കാൻ സാധിക്കാത്തത് വചന ദൗർലഭ്യം. പക്ഷേ ആമേൻ, സ്തോത്രം, ഇന്നലകൾ എങ്ങനെയുമാകട്ടെ, ക്രിസ്തുവിലൊരു പുതിയ തുടക്കമുണ്ട്. ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തു ഇന്നലത്തെ വീഴ്ചകളെ പരിഹരിച്ച് നിങ്ങളെ കൃപയാൽ നിർത്തും. സ്തോത്രം.
നാലാമത്തെ തരം ആളെ പരിചയപ്പെടുത്തുകയാണ്. സ്തോത്രം. 13-ാം ആമേൻ. സ്തോത്രം. ആമേൻ. ആമേൻ. അടുത്ത 13-ാം വാക്യം. സ്തോത്രം. ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും 2 ഉരു ചത്തും പോയ വൃക്ഷങ്ങൾ. 12-ാം വാക്യം. ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും 2 ഉരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ. നോ റൂട്ട്സ്. എന്തുകൊണ്ട്? വൈ നോ ഫ്രൂട്ട്സ്? അവിടെ കാരണം എഴുതിയിട്ടുണ്ട്, നോ റൂട്ട്സ്. വേരില്ലാത്തത് കൊണ്ട് ഫലമില്ല. എന്താണ് ഫലം? പല ഉത്തരങ്ങളിലൊന്ന് ഞാൻ പറയാം. മത്തായി എഴുതിയ സുവിശേഷം 7:16. ഫ്രൂട്ട് ഈസ് യുവർ ഐഡൻറ്റിറ്റി. 7:16 മത്തായി. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്കവരെ തിരിച്ചറിയാം. സ്തോത്രം. ഫലമില്ല. എന്താണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി? നിങ്ങൾ ആരാ? ക്രിസ്തു നിങ്ങളുടെ ആരാ? അങ്ങനെയൊന്നുമില്ല. ചുമ്മാ സ്തോത്രം. പിന്നെ നിങ്ങൾ വേദോസം കൊണ്ട് നടക്കുന്നു, ചുമ്മാ നടക്കുന്ന. സ്തോത്രം. ക്രൈസ്റ്റ് ഈസ് നോട്ട് ദെയർ ഇൻ ദെയർ ഐഡൻറ്റിറ്റി. സ്തോത്രം. അത് ഫ്രൂട്ട്, ഫലം എന്നത് ചുമതലയോടുള്ള ബന്ധത്തിലുമാണ്. ദേ ആർ ഇറസ്പോൺസിബിൾ. സ്തോത്രം. ഒന്നുകൂടെ ഞാൻ വിശദീകരിക്കാം. സ്തോത്രം. നമ്മുടെ വല്യപ്പച്ചന്മാർക്ക് ക്രിസ്തുവിൽ വേരുണ്ടായിരുന്നു. അതിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ നന്മ. ഇന്ന് നിങ്ങൾക്ക് ക്രിസ്തുവിൽ വേരില്ല. അതുകൊണ്ടാണ് അടുത്ത തലമുറയ്ക്ക് വരാൻ പോകുന്ന തിന്മ. വേരില്ലെങ്കിൽ ഫലമില്ല. ഫ്രൂട്ട് എന്ന വിഷയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചിന്ത, കശുമാങ്ങ ഒഴിച്ച് മിക്കവാറും എല്ലാ പഴങ്ങളുടെയും അടുത്ത തലമുറ അതിൻ്റെ ഉള്ളിലാണ്. ആണോ? ആ വിത്ത് ഉള്ളിലാണ്. അതാണ് കീപ്പിംഗ് യുവർ ജനറേഷൻ ഹാർട്ട് ഫെൽറ്റ്. പ്രാർത്ഥനയാൽ തലമുറയെ ഉള്ളിൽ സൂക്ഷിക്കണം. അത് ഫലമാണ്. ക്രിസ്തുവിൽ വേരില്ല, അതുകൊണ്ട് ഫലമില്ല. സ്തോത്രം. 2 ഉരു ചത്ത വൃക്ഷങ്ങൾ ജീവിതത്തിൽ ആസ് ഇഫ് പ്ലഗ്ഡ് അപ്പ് ഫ്രം ദ റൂട്ട്, വേരോടെ ക്രിസ്തുവിൽ നിന്ന് പറിച്ചു കളഞ്ഞതുപോലെ ചില പ്രതികൂലങ്ങൾ വന്നു, പാപങ്ങൾ വന്നു, അകൽച്ചകൾ വന്നു, വിഗ്രഹാരാധന വന്നു. എങ്കിലും മുൻ തലമുറയുടെ ആരാധനയും ആശ്രയവും കണക്കിട്ട് രണ്ടാമതൊരു ഊഴം, എ സെക്കൻഡ് ചാൻസ് ദൈവം നൽകി. പക്ഷേ രണ്ടാമത്തെ ഊഴത്തിലും കർത്താവിൽ വേരൂന്നിയില്ല. 2 ഉരു ചത്തു. ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ. അവർക്ക് ദൈവശാസ്ത്രം അറിയാം, ഒത്തുവാക്യം അറിയാം, കുത്തുവാക്യം അറിയാം. തലമുറകളെ നശിപ്പിക്കുന്നു. കാരണം ക്രിസ്തുവിൽ വേരില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഇനി അടുത്ത കഥാപാത്രം. സ്തോത്രം. 13-ാം വാക്യത്തിലാണ്. 13-ാം വാക്യത്തിൽ 2 കഥാപാത്രങ്ങളോട് പരിചയപ്പെടുത്തുക. 13-ാം വാക്യം. തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽത്തിര. പവർഫുൾ വേവ്സ്. ഈ ടൈഡൽ പവറൊക്കെ ഉണ്ടല്ലോ. ഈ തിരകൾക്ക്, കടൽ തിരകൾക്ക് ശക്തിയുണ്ട്. പക്ഷെ എന്തോ ആണ് നുരച്ച് തള്ളുന്നത്? നാണക്കേട്. ആമേൻ. സ്തോത്രം. സാക്ഷ്യഭംഗം. ഫിലിപ്പിയ ലേഖനത്തിൽ 3-ാം അധ്യായം 19-ാം വാക്യം. ഫിലിപ്പിയ ലേഖനം 3:19. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ചില ആളുകളുണ്ട്, അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ശക്തി ദൈവം നൽകി, താലന്തുകളുടെ ശക്തി നൽകി, ശബ്ദം നൽകി, ബോധം നൽകി, കഴിവുകൾ നൽകി. അവർക്ക് ശക്തിയുള്ള കഥാപാത്രങ്ങളാണ്. അവർ സമൂഹത്തിൽ ശക്തിയുണ്ട്, ദേവാലയ സമൂഹത്തിൽ ശക്തിയുണ്ട്. പക്ഷെ അവരിൽ നിന്ന് വരുന്ന സാക്ഷ്യമോ നാണക്കേടിൻ്റെ സാക്ഷ്യം. റോങ് ടെസ്റ്റിമണി. സ്തോത്രം. അത് യെശയ്യാവ് ഇങ്ങനെ വായിച്ചു, ഇങ്ങനെ പറഞ്ഞു. യെശയ്യാവ് 57 അതിൻ്റെ 20-ാം വാക്യം. 57:20. ഇങ്ങനെയുള്ളവരെ കണ്ടാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ചോദിക്കും, സ്തോത്രം, ദേ ആ പുള്ളിയെ കണ്ടോ? പിന്നെ എനിക്കാകത്തില്ലേ? 57:20. യെശയ്യാവ് 57:20. ദുഷ്ടന്മാരോ കലങ്ങി മറിഞ്ഞ കടൽ പോലെയാകുന്നു. അവർക്ക് അടങ്ങിയിരിക്കാൻ ഒക്കുന്നില്ല. ദേ ആർ റെസ്റ്റ്ലെസ്. ഇന്ന് വഴക്ക്, നാളെ വഴക്ക്, കമ്മിറ്റി വഴക്ക്, വീട്ടിൽ വഴക്ക്, അയലോക്കത്ത് വഴക്ക്. അടങ്ങിയിരിക്കാൻ ഒക്കത്തില്ല. അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. ഗാർബേജ് ആൻഡ് മഡ്.
അകത്ത് സ്നേഹമില്ല, അകത്ത് കരുതലില്ല, അകത്ത് ചേറും ചെളിയും. അവരോടടുത്തു പോയാൽ ചേറും ചെളിയും പുറത്തോട്ട് തള്ളുന്നു. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല. 57:21. പ്രോമിനന്റ് പീപ്പിൾ, ആമേൻ, സ്തോത്ര, ശക്തിയുള്ളവരാണ്, സ്വാധീനമുള്ളവരാണ്, പ്രധാന പദവിയിലുള്ളവരാണ്, പക്ഷേ നിന്ദാകരമായ സാക്ഷ്യമുള്ളവർ വലിയ ദുഷ്ടതയാണ് ചെയ്യുന്നത്. ദൈവമക്കളെ ഞെരുക്കും, പരിഹസിക്കും, കവർന്നെടുക്കും, സ്തോത്രം, അതിരുമാന്തും, കേസ് കൊടുക്കും, നിന്ദിക്കും. ഹല്ലേലൂയ. എന്തും അവർക്ക് സാധിക്കും. കടൽ തിരകളെ പോലെ ശക്തിയാ, സ്തോത്രം. അവർ നുരച്ചു തള്ളുന്നു നാണക്കേട്. അവരിൽ നിന്ന് ഉയർന്നു വരുന്നു ചേറും ചെളിയും. സ്തോത്രം. അതെങ്ങനെയാ ഉയർന്നു വരുന്നതെന്ന് വിശദീകരിക്കുക. 16-ാം വാക്യം, യൂദാ 16. അവരിൽ വ്യാപരിക്കുന്ന ചില അന്ധകാരമുണ്ട്. അത് അക്കമിട്ട് പറയാ. നാണക്കേട് പുറന്തള്ളുന്നു എന്ന് 13-ാം വാക്യത്തിൽ പറഞ്ഞിട്ട് അത് വിശദീകരിക്കുന്നത് 16-ാം വാക്യത്തിലാണ്. ഗ്രംബിളിംഗ് സ്പിരിറ്റ്, പിറുപിറുപ്പ്. 16-ാം വാക്യം, പിറുപിറുപ്പ്. ഒരു വേള പോലും തമ്പുരാനോട് നന്ദി പറയല്ല. നോ ഗ്രാറ്റിറ്റ്യൂഡ്, ഓൺലി ഗ്രംബിളിംഗ്. നടത്തിയ, നൽകിയ, സൗഖ്യമാക്കിയ, രോഗക്കിടക്ക മാറ്റിവിരിച്ച തമ്പുരാനെ കുറിച്ച് ഒരു നന്ദിയുടെ സാക്ഷ്യം പറയാനില്ല. പിറുപിറുപ്പ്. പിറുപിറുപ്പ്. നാം ഈ കഥാപാത്രമാണോ എന്നൊന്ന് പരിശോധിക്കണം. പിറുപിറുപ്പ്, ആവലാതി, കംപ്ലൈനിങ്. തുറന്ന വാതിൽ പോരാ, ഉയർത്തിയ ഉയരം പോരാ, നടത്തിപ്പ് പോരാ, വിഭവങ്ങൾ പോരാ, പരാതി, പരാതി, സ്തോത്രം, ആമീൻ, കംപ്ലൈനിങ്. പെറുപുറുപ്പ് എന്നാൽ ഈ ആമീൻ ഗ്രംബിളിംഗ് സ്പിരിറ്റ്, അത് അകത്ത് കിടക്കുക. പുറുപുറുപുറോന്നകത്തുനിന്ന്, ആമീൻ, സ്തോത്രം. മറ്റേ കംപ്ലൈനിങ്, ദേ ആർട്ടിക്കുലേറ്റ്, വാ തുറന്നു പറയുകയാണ്. അത് ശരിയല്ല, ഇത് ശരിയല്ല, ദൈവം ശരിയല്ല, ഇങ്ങനൊരു ദൈവമുണ്ട്. സ്തോത്രം. പിന്നെ വമ്പ്, സ്വെല്ലിംഗ് വേർഡ്സ്, ബോസ്റ്റിംഗ്. ഞാൻ ആരാന്നറിയാം, ആമീൻ, സ്തോത്രം. എൻ്റെ അപ്പൻ ആരാന്നറിയാം, കുടുംബം ഏതാണെന്നറിയാം. ഹല്ലേലൂയ. അതിൻ്റെ അടുത്ത പദമാണ് ഏറ്റവും മുഖസ്തുതി. ആമേൻ. അഡ്മിറേഷൻ ഫോർ അഡ്വാൻറ്റേജ്. മുഖസ്തുതി, മുഖസ്തുതി. ഒരു പള്ളിയിലെ കപ്പ്യാർ എന്നോടൊരു ഉദാഹരണം പറഞ്ഞു. എനിക്കതപ്പം മനസ്സിലായി എന്താ മുഖസ്തുതി എന്ന്. അതായത് ആ പട്ടക്കാരൻ ഒരു സ്കൂളിൻ്റെ മാനേജരും കൂടാണ്. അപ്പോൾ കൊച്ചിന് മാർക്ക് കുറവായിട്ട് അഡ്മിഷൻ കിട്ടാൻ ഒരു അപ്പനും അമ്മയും കൂടെ വന്നു. സ്കൂളിലെ കൊച്ചിന് +2 അഡ്മിഷൻ വേണം, +1 അഡ്മിഷൻ വേണം. കൊച്ചിന് മാർക്ക് കുറവാണ്, അച്ഛൻ മാനേജരാണ്. അപ്പോൾ കപ്പ്യാർ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഭാര്യയും ഭർത്താവും കൊച്ചിൻ്റെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി വന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ പണ്ട് ഞങ്ങളുടെ നാട്ടിൽ കൂടെ ബുള്ളറ്റ് ഓടിച്ചു പോകുന്നത് കണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് പഴയ സിനിമാ നടൻ ജയനാണെന്ന്. ഏതാ? ചെരുപ്പ് ഉൾപ്പെടെ തൂക്കി നോക്കി അച്ഛൻ ഒരു 40 കിലോ ഇല്ല. ഏത് ബൈക്കേ കയറിയാലും പുള്ളി ഒരു ദിവസം 4 നേരം വീഴും. പുള്ളിയാണ് അച്ഛൻ ഇങ്ങനെ ബുള്ളറ്റ് പോകുന്നത് കണ്ട് ഞങ്ങളെല്ലാം ആരാധനയോടെ. എന്നിട്ട് പറയാ, കൊച്ചമ്മ ഇന്നാള് സെൻറ് ഓഫിന് ഒരു പാട്ട് പാടിയില്ലേ? നിങ്ങൾ സുവിശേഷ വേലക്കാരായതുകൊണ്ട് കുഴപ്പമില്ല, സിനിമായി വല്ലതും പാടിയായിരുന്നെങ്കിൽ ദേശീയ അവാർഡ് കിട്ടിയേനെ. ഏതാ? ആമേൻ. താളവും ഇല്ല, ശ്രുതിയില്ല, ആമേൻ. എവിടാ പാടുന്നതെന്ന്, ആമേൻ, സ്തോത്രം, അറിയത്തുമില്ല. ആ പാട്ട് എഴുതിയ പുള്ളി അത് കേട്ട ചിലപ്പോൾ തൂങ്ങിച്ചാകാൻ സാധ്യതയുണ്ട്. അത് ആ കൊച്ചമ്മയുടെ പാട്ട്. എന്തിനാ? അഡ്മിറേഷൻ ഫോർ അഡ്വാൻറ്റേജ്. മനസ്സിലായ? ഹല്ലേലൂയ. ചിലർ പറയും അതെൻ്റെ മാനേജ്മെൻറ്റ് കപ്പാസിറ്റിയാണ്. അല്ല, അവനിൽ വ്യാപരിച്ച ഒരു അന്ധകാരമുണ്ട്. തെറ്റായി സ്വാധീനിക്കാൻ, ആമേൻ, നന്മയെ തട്ടിക്കളയാൻ, വഴി മുടക്കാൻ, സ്വയത്തെ ഉയർത്താൻ, പിറുപിറുപ്പ്, ആമേൻ, പരാതി, സ്തോത്രം, അത് പിശാചിൻ്റെ ഒരു ആൾരൂപമാണ്. ആമേൻ. അവരൊക്കെ അടുത്തുണ്ടെങ്കിൽ വളർന്നു വരുന്ന തലമുറയ്ക്ക് അത് എത്ര വലിയ ആത്മീയ ക്ഷതമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. എണ്ണിപ്പറയാം. 12-ാം വാക്യം, ആമേൻ, സ്തോത്രം. സ്നേഹസദ്യയിൽ മറിഞ്ഞു കിടക്കുന്ന പാറകൾ. സ്തോത്രം. ആമേൻ. 5 ഒന്നുകൂടെ പറയാനുണ്ട്. ആമേൻ, സ്തോത്രം. ഡേഞ്ചറസ് ടോക്സിക് പേഴ്സൺസ്.
ഹല്ലേലൂയ. ബന്ധങ്ങളിൽ ചതി ഒളിപ്പിച്ചു വെക്കുന്ന മുറിക്കുന്ന കഥാപാത്രങ്ങൾ, സ്നേഹസദ്യയിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ. 12-ാം വാക്യം തന്നെ, തങ്ങളെ തന്നെ തീറ്റുന്ന ഇടയന്മാർ. സ്തോത്രം. കരുതൽ നൽകാതെ സ്വയത്തിൻ്റെ ലാഭം മാത്രം നോക്കി സ്വാർത്ഥതയോടെ സ്വാധീനിക്കുന്ന, അവർക്ക് കിട്ടേണ്ട നന്മയും കവർന്നെടുക്കുന്നവർ. സ്തോത്രം. പിന്നെയോ വെള്ളമില്ലാത്ത മേഘങ്ങൾ. ആത്മീയ പദവികളിരിക്കുന്ന വ്യക്തികളാ. വചനമില്ല, സുവിശേഷമില്ല, പകർന്നു കൊടുക്കാൻ വചനത്തിലെ ഒന്നും മധുരത്തിലില്ല. സ്തോത്രം. പിന്നെയോ വേരില്ലാത്ത ഫലമില്ലാത്ത രണ്ടുരുചത്ത വൃക്ഷങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തലമുറകൾ പച്ച മലയാളത്തിൽ പറയും മക്കളെ കൊല്ലി, തലമുറകളെ നശിപ്പിക്കുന്ന ഫലമില്ലാത്ത വേരില്ലാത്ത. സ്തോത്രം. പിന്നെയോ സ്തോത്രം. മലീഷ്യസ് മാനിപ്പുലേറ്റേഴ്സ്. കൊടിയ കടൽത്തിരകളാണ്. സ്തോത്രം. അവർ തെറ്റായ കാര്യങ്ങൾ പുറംതള്ളുന്നു. സ്തോത്രം. മഡ് ആൻഡ് ഗാർബേജ്. തിന്മകളെ പുറംതള്ളുന്ന, തിന്മ വമിക്കുന്ന ശക്തരായ കഥാപാത്രങ്ങൾ. അടുത്തും കൊണ്ട് വായിക്കാം. 13-ാം വാക്യത്തിൻ്റെ 2-ാം പകുതി. സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ. ഗോഡ് ഹാസ് റിസർവ്ഡ് ബ്ലാക്ക്നെസ് ഓഫ് ഡാർക്ക്നെസ്. ഒരു കഥാപാത്രത്തെ പരിചയപ്പെടുത്തുക. നിത്യ അന്ധകാരത്തിൻ്റെ ബന്ധുക്കളാണ്. തമ്പുരാൻ അങ്ങോട്ട് അവരെ വിടാൻ പോവുക. പക്ഷേ അതിനു മുമ്പ് അവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്നറിയാം. വാണ്ടറിങ് സ്റ്റാർസ്. മലയാളത്തിൽ വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ. ഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങൾക്കൊക്കെ ദൈവം നിശ്ചയിച്ച വഴികളും സഞ്ചാരപഥങ്ങളും ഉണ്ട്. തോന്നിയതുപോലെ സഞ്ചരിച്ചാൽ മറ്റ് ഗ്രഹങ്ങളുമായും ഒക്കെ കൂട്ടിയിടിക്കും, അല്ലേ? കൂട്ടിയിടിച്ചുകൊണ്ടിരിക്കും. എവിടെ ചെന്നാലും കൂട്ടിയിടിക്കും. കാരണം ദൈവഹിതപ്രകാരമല്ല നടക്കുന്നത്. എന്നാൽ ഫിക്സഡ് സ്റ്റാർസ്, സ്ഥിരഗമനമുള്ള ശരിയായ ഇടങ്ങളിൽ ദൈവമാക്കി വെച്ച നക്ഷത്രങ്ങളുണ്ട്. അത് ദിക്കുകളെ അറിയാൻ, ദിശാബോധം തെറ്റാതെ ഇരിക്കാൻ. വിദ്വാൻമാരൊക്കെ കർത്താവിനെ അന്വേഷിച്ചു വന്നതുപോലെ വഴി കാണിച്ചു കൊടുക്കാൻ നല്ലതാ. പക്ഷെ വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ ദിശ തെറ്റിക്കും, വഴി തെറ്റിക്കും, ബന്ധങ്ങൾ തെറ്റിക്കും. ഹല്ലേലൂയ. സ്തോത്രം. അവര് സ്തോത്രം, റോങ് ഡയറക്ഷൻസ്. ചില ദൈവശാസ്ത്രജ്ഞന്മാരോടൊക്കെ 10 മിനിറ്റ് നമ്മുടെ പിള്ളേർ സംസാരിച്ചാൽ മതി. അവർ രക്ഷയും പോവും, ആശ്രയവും പോവും. അവരിലൊരു അന്ധകാരമുണ്ട്. വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ വഴിതെറ്റിക്കും, ദിശ തെറ്റിക്കും. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ എങ്ങനെയാ പ്രകാശിക്കേണ്ടത്? ഒരു പ്രഭാത നക്ഷത്രമുണ്ട്, അത് ഒന്നേ ഉള്ളൂ. ഞാൻ ദാനിയേലും വെളിപ്പാടും 2 വാക്യം ചേർത്തൊന്ന് വായിക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12 അതിൻ്റെ 3-ാം വാക്യം. ദാനിയേൽ 12 അതിൻ്റെ 3-ാം വാക്യം. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെ നീതിയിലേക്ക് തിരിക്കുക. യു ആർ ആൻ ആക്സിസ് പേഴ്സൺ. അവര് നക്ഷത്രങ്ങളെ പോലെ എന്നും എന്നേക്കും പ്രകാശിക്കും. യു ആർ എ സ്റ്റാർ ആൻഡ് ആൻ ആക്സിസ് പേഴ്സൺ. നിന്നിലൊരു പ്രകാശം തരും. ആ പ്രകാശം വർദ്ധിക്കും. അത് പലരെയും, വഴിതെറ്റിയവരെ പലരെയും നേരിലേക്ക് നയിക്കും. കാരണം എന്താണെന്നറിയാം? നിന്നിൽ പ്രകാശിക്കുന്ന പ്രകാശം ഏതാ? വെളിപാട് 22:16 പ്രകാശമാണ്. വെളിപ്പാട് 22:16 ഞാൻ ദാവീദിൻ്റെ പേരും ശുഭ്രമായ ഉദയനക്ഷത്രം, ബ്രൈറ്റ് മോർണിംഗ് സ്റ്റാർ എന്നും മറുപേരുള്ള യേശു കർത്താവ് നിന്നിൽ പ്രകാശിക്കുമ്പോൾ, നിന്റെ ജീവിതം കണ്ട്, നിന്റെ വാക്ക് കേട്ട്, നീയുമായി ഇടപഴകുമ്പോൾ ആരും വഴിതെറ്റുകയില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 2:15 മലയാളത്തിൽ നിങ്ങൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണമെന്ന മലയാളം. ഫിലിപ്പിയ ലേഖനം 2:15. യു ഷൈൻ ലൈക്ക് സ്റ്റാർസ് എന്ന ഇംഗ്ലീഷ്. നക്ഷത്രങ്ങളെ പോലെ. ഹല്ലേലൂയ. സ്തോത്രം. കഥാപാത്രങ്ങൾ 6, ഞാനത് അധികം വിശദീകരിക്കുന്നില്ല. സ്തോത്രം. പക്ഷേ ആര് വരുത്തിയ ക്ഷതമാണെങ്കിലും, വഴിതെറ്റിയോ, നഷ്ടം വന്നോ, മനസ്സു മുറിഞ്ഞോ, തെറ്റായി തലമുറകൾ സ്വാധീനിക്കപ്പെട്ടോ, സ്തോത്രം, നിങ്ങൾ ലജ്ജപ്പെട്ടോ, ഒറ്റപ്പെട്ടോ, നിന്ദിക്കപ്പെട്ടോ, ഏതുമാകട്ടെ നിങ്ങളുടെ അവസ്ഥ, ഒരു അത്യുന്നതൻ ഹി വിൽ ഇന്റർവീൻ. അതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്തുക. ഹൗ യേശു കർത്താവ് ഇടപെട്ടാൽ, ഇനി കുഞ്ഞു പിള്ളേർ കേൾക്കുന്ന പോലെ കേട്ടാൽ മതി. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടെ നിലവാരത്തിൽ ഒരു 4 കാര്യം പറയാൻ പോയി. ഇതിന് കാരണമുണ്ട്. ഞാൻ സാധാരണ എൻ്റെ പ്രസംഗത്തിൻ്റെ നോട്ട്സൊക്കെ ശ്രീലങ്കയിലെ ഒരു പട്ടക്കാരന് അയച്ചു കൊടുക്കാറുണ്ട്. റെവറൻഡ് അമരശേഖര.
അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ നോട്ട് എനിക്ക് വെച്ചു. അപ്പോൾ അദ്ദേഹം ഈ നാറ്റ് ജിയോ, നാഷണൽ ജോഗ്രാഫിക്, അതിൻ്റെ സാധനങ്ങളൊക്കെ ഒത്തിരി കാണുകയും വായിക്കുകയും ചെയ്യും. ആമേൻ. അകത്ത് കാടും മരങ്ങളും മൃഗങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പട്ടക്കാരൻ. പുള്ളി എവിടെ ധ്യാനം എഴുതി കഴിഞ്ഞാലും അതിനകത്തൊരു ആനയും, അതിനകത്തൊരു പുലിയും, അതിനകത്തൊരു മരവും, അതിനകത്തൊരു കാട്ടുമാങ്ങായും ഒക്കെ കാണും. സ്തോത്രം. ഞാനും ഉള്ളുകൊണ്ടൊരു കാട്ടുജാതിയായതുകൊണ്ട് എനിക്കും പുള്ളിയുടെ വലിയ ഇഷ്ടമാണ്. പുള്ളിയുടെ ഒരു ധ്യാനത്തിനകത്ത് നാഷണൽ ജോഗ്രാഫിക്കിൽ അവരുടെ ഒരു പഠനം, ആനയുള്ള കാട് എന്തുകൊണ്ട് നല്ല കാടായിരിക്കുന്നു? കാരണങ്ങൾ 4. വൈ എ ഫോറസ്റ്റ് വിത്ത് എലഫൻസ് ഈസ് എ ഡെൻസ് ഫോറസ്റ്റ്. അതിനകത്ത് പറഞ്ഞിരിക്കുക. പുള്ളി അതിനകത്ത് സുവിശേഷം ചേർക്കുക. എൻ്റെ കണ്ണു തള്ളിപ്പോയി. ആമേൻ. ദൈവാത്മാവ് എത്ര ഭയങ്കരമായിട്ടാണ് ഇടപെടുന്നതെന്ന് മനസ്സിലായി. ഒരു അത്യുന്നതൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ 4 മേഖലകളിൽ നിന്റെ ജീവിതത്തിൽ വിടുതലുണ്ടാകും. ഹല്ലേലൂയ, സ്തോത്രം. ഏത് കൊടുങ്കാറ്റ്, വെരുങ്കാറ്റ്, പേമാരി, ആമേൻ, സ്തോത്രം, ചുഴലിക്കാറ്റ്, വറുതി, മഞ്ഞുവീഴ്ച, മണ്ണിടിച്ചിലുണ്ടായാലും ആ വനം നല്ല വനമായിരിക്കും. കാരണങ്ങൾ 4. ഒരു വനത്തിൻ്റെ ആരോഗ്യം നല്ല മരങ്ങളുണ്ടെങ്കിൽ. പക്ഷെ മരങ്ങളെ നശിപ്പിക്കുന്നത് എന്താണെന്നറിയോ? വള്ളിച്ചെടികൾ, ക്രീപ്പർ പ്ലാന്റ്സ്. അത് ചുറ്റി 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 കയറും, ചുറ്റി വരിയും, മരത്തിൻ്റെ ഇലകൾ കൊഴിയും. പിന്നെ കാണുന്ന ഇലകൾ മരത്തിൻ്റെ അല്ല, വരിഞ്ഞു മുറുക്കിയ എൻടാംഗ്ലിംഗ് ക്രീപ്പർ പ്ലാന്റ്സ്, വള്ളിച്ചെടിയുടെ വരിഞ്ഞു 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 മുറുക്കി മരത്തെ നശിപ്പിക്കും. ആന എന്തോ ചെയ്യുമെന്നറിയാം? പുള്ളി ഒരു ശുശ്രൂഷ പോലെ ഏതൊക്കെ വള്ളിച്ചെടിയുടെ ചോട്ടിൽ കിഴം കൊണ്ടൊന്നും പുള്ളിക്ക് അറിയത്തില്ല. ആ ഡിസേണിങ് ഒന്നുമില്ല. അതോ ചുമ്മാതാണോ, അതോ മസിൽ കൂടാനാണോ? ചെന്ന് എല്ലാ മരത്തിൻ്റെയും ചോട്ടിൽ ചെന്ന് വള്ളിയെല്ലാം വലിച്ച് താഴെയിടും, അതിന് ചുവടെല്ലാം പിഴുതിടും, കുറച്ചൊക്കെ തിന്നും, ബാക്കി മാനിനും മുയലിനും ഒക്കെ തിന്നാൻ വേണ്ടി, കാട്ടുപോത്തിനും തിന്നാൻ അവിടെ ഇട്ടേക്കും. എന്നിട്ട് പറയുക, വലിയൊരു സംഭവം അവിടെ നടക്കും. ചില പ്രത്യേക വർഗത്തിലെ നന്നായി പാട്ടുപാടുന്ന വലിയ പക്ഷികൾ, അവർ കൂടുണ്ടാക്കുന്ന എങ്ങനെയാണെന്നറിയാം? ട്വിഗ്സ് ആൻഡ് ഡ്രൈഡ് ക്രീപ്പർ പ്ലാന്റ്സ്. ഉണങ്ങിയ വള്ളിച്ചെടി മുറിച്ച് ചെറിയ ചില്ലക്കൊമ്പുകളും വെച്ച് ഈ സ്വാതന്ത്ര്യം പ്രാപിച്ച മരത്തിൻ്റെ ചില്ലകളിൽ കൂടുകൾ വെച്ച് പാട്ടുകൾ പാടും. ഇന്നലെ ബന്ധനമായിരുന്നു, ഇന്ന് അതേ സ്ഥലത്ത് പാട്ടുകളാണ്. കാരണം ഒരു ഉന്നതൻ ഇടപെട്ടു. ഹല്ലേലൂയ. നിന്റെ ബന്ധനത്തിൻ്റെ, നിന്റെ വേദനയുടെ, ആമേൻ, സ്തോത്രം, നിന്റെ നഷ്ടത്തിൻ്റെ, നിന്റെ ഞെരുങ്ങിയ അനുഭവത്തിൻ്റെ, ആമേൻ, അനുഭവങ്ങളിൽ ഒരു അത്യുന്നതൻ ഇടപെടുമ്പോൾ നിനക്ക് സ്തുതിഗീതങ്ങളും ആരാധനാ ഗീതങ്ങളും സാക്ഷ്യഗീതങ്ങളും. കാരണം ഇടപെട്ടത് ഒരു സാധാരണ മനുഷ്യനല്ല, ഒരു അത്യുന്നതൻ, ഏക കർത്താവും, ആമേൻ, ഏകനാഥനും, ആമേൻ, സ്തോത്രം, നിന്റെ കർത്താവും, ആമേൻ, ദ ഓൺലി മാസ്റ്റർ ആൻഡ് സോവറിൻ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ചില ബന്ധനങ്ങൾ പാട്ടുകളാകാൻ പോവുകയാണ്. ഹല്ലേലൂയ. 2, സ്തോത്രം. ഈ വനത്തിലെ ഫാർമസി, മരുന്നുകളുടെ ഏതാണെന്നറിയോ? മലയാളത്തിൽ അടിക്കാടുകൾ, ആമേൻ, സ്തോത്രം, സ്മോൾ ഷ്രബ്സ്. ഇപ്പം നമ്മുടെ നാട്ടും പുറത്തൊക്കെ വരുമ്പോൾ മരുന്നുകൾ ഏതാ? ഉയരം കുറഞ്ഞതാ, ഇല്ലേ? ആമേൻ, ആനച്ചോടി, ചെറുള, ആമേൻ, കുറുന്തോട്ടി, ഇതെല്ലാം ചെറുതാ. ഈ ചെറിയ ഇതൊക്കെ മുയലും മാനുകളും കൂരമാനും ഒക്കെ വന്ന് ഈ മരുന്നൊക്കെ തിന്നും, അതിനറിയാം. പക്ഷേ ഈ അടിക്കാടുകൾ, മെഡിസിനൽ ഷോർട്ട് ഷ്രബ്സ്, അതിന് വെളിച്ചം വേണം. മാമരങ്ങൾ തമ്മിൽ ചില്ലകൾ കോർക്കുമ്പോൾ അന്ധകാരം ഒരു കരിമ്പടം പോലെ. മരുന്നുകളില്ല, ചെറിയ ചെടികളില്ല. ആമേൻ. ഈ ബെൽറ്റൊക്കെ ധരിപ്പിച്ച് ചില ആനകളെ വിട്ടു നാഷണൽ ജോഗ്രാഫിക്കുകാർ. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ കിടന്നുറങ്ങുകയല്ലേ വേണ്ടത്? പക്ഷെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ആന 2 കാലം എഴുന്നേറ്റ് നിന്ന് സായാഹ്നം 5 മണിക്കൊക്കെ ശേഷം 2 കാലയിൽ ഈ വയറും വെച്ച് എഴുന്നേറ്റ് നിൽക്കും. ആകാശത്തിലെ വെളിച്ചം മുടക്കുന്ന ചില്ലകൾ ഒടിക്കും. ഇന്നലെ രാത്രി അന്ധകാരമായിരുന്നു, ഇന്ന് പ്രഭാതത്തിൽ വെളിച്ചമാണ്. പുതിയ നാമ്പുകൾ പൊട്ടുന്നു, സൗഖ്യം വ്യാപരിക്കും. ഹല്ലേലൂയ. ഇന്നലെ നീ അന്ധകാരത്തിലാകാം, അവൻ ആകാശത്തിലെ വെളിച്ചം തുറക്കുന്ന ഒരു പുതിയ പ്രഭാതമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. സൗഖ്യം വ്യാപരിക്കുന്ന, ആമേൻ, ഇതുവരെ മുടങ്ങിക്കിടന്ന ചിലത് കിളിച്ചു വരുന്ന,
ഹല്ലേലൂയ. ചില വാതിലുകൾ തുറക്കുന്ന, ആമേൻ, അന്ധകാരം മൂടിവെച്ച ചിലതിനെ, ആമേൻ, അനുഗ്രഹത്തിന്റെ വെളിച്ചത്തിലേക്ക് വിളിക്കുന്ന അനുഭവം. സ്തോത്രം. 1 എൻടാംഗ്ലിങ്, വരിഞ്ഞു മുറുകിയത്. 2 ഇരുട്ട് നിഷേധിച്ചത്. 3 സ്തോത്രം, കാട്ടിലെ വഴികൾ ഏതൊക്കെയാണ്? കാട്ടുപോത്തിനും മാനിനും മുയലിനും ഒക്കെ ഓടണമല്ലോ. അവരേത് വഴിയാണ് ഓടുന്നത്? ആന നടന്ന് ചവിട്ടി മെതിച്ച് ദുർഘടങ്ങളെ സമമാക്കി, തടസ്സങ്ങളെ ഒടിച്ചു മാറ്റി, ആനത്താരകൾ, ആനച്ചാലുകൾ, എലിഫന്റ് ട്രാക്സ്. നാം ഇതുവരെ തലമുറയായി നടന്നു വന്നത് അവൻ മുൻപേ നടന്നതുകൊണ്ടാണ്. അവൻ പോകുന്ന വഴിയിൽ, ഒരുക്കുന്ന വഴിയിൽ ജലസ്രോതസ്സുണ്ട്, തണലുകളുണ്ട്. ഹല്ലേലൂയ. അവനൊരുക്കിയ വഴികളിൽ വിഭവങ്ങൾ കുറയുകയില്ല. ആമേൻ. വഴിയൊരുക്കും, വഴിയടഞ്ഞു, വഴിയൊരുക്കും. ഹല്ലേലൂയ. ഏത് വൈകിയ വേളയിലും ആ വഴിയെ പോകാം. കാരണം അവിടെ പോയ മുൻപേ പോയ ഒരുവനുണ്ട്. ആമേൻ. എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു വിളിച്ചവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 4 1 വരിഞ്ഞു മുറുക്കുന്ന ശക്തികൾ, 2 അന്ധകാരം നിഷേധിച്ച അനുഭവങ്ങൾ, 3 വഴിയടഞ്ഞ അനുഭവങ്ങൾ. സ്തോത്രം. 4 ഈ ജപ്പാനിലെ അതുപോലെ ഇസ്രായേലിലെ കൃഷി ശാസ്ത്രജ്ഞന്മാർ അവർ പോയ കുറേ വർഷങ്ങളായി ഗവേഷണം നടത്തുന്ന ഒരു മേഖലയുണ്ട്. സീഡ് ബോൾ, വിത്ത് ഉണ്ട. അതെന്താണെന്നറിയാം? ഹെലികോപ്റ്ററിലും ഡ്രോണിലും ഒക്കെ 10,000 അകത്ത് വിത്ത് വെച്ച് പുറത്ത് നാരുകളും വളവും ജലാംശവും വെച്ച ബോളുകൾ. അത് ഈ പന്ത് പോലെ ഇരിക്കും. അവർ 10,000 മരുഭൂമികളിലും വെളിംപ്രദേശത്തും വിതറുകയും ഈ വിത്ത് വിരിയുമ്പോൾ അതിന് ആവശ്യമായ ജലാംശവും വളങ്ങളും ഉള്ളതുകൊണ്ട് അത് കൊണ്ടിട്ട ഇടങ്ങളിൽ കിളിക്കുകയും മരങ്ങളും വൃക്ഷങ്ങളും, ആമേൻ, ചെടികളും ഒക്കെ ആയിത്തീരുകയും ചെയ്യും. പക്ഷേ ഇന്നേ വരെ ഒരു മനുഷ്യനും ഒരു ശാസ്ത്രജ്ഞനും, ആമേൻ, ആനപ്പിണ്ടത്തിന് തുല്യമായ ഒരു സീഡ് ബോൾ, ഏഷ്യയിലെ കാടുകളെ കുറിച്ച് പഠിക്കുമ്പോൾ 213 ഉപയോഗപ്രദമായ, ആമേൻ, ഫലമുള്ള മരങ്ങൾ ആനയാണ് കൊണ്ടുപോകുന്നത്. ആ വിത്തിന് ചുറ്റും, ആമേൻ, സ്തോത്രം, ഒരു നാരിൻ്റെ ഒരാവരണം, ജലാംശം ദിവസങ്ങൾ കഴിയുമ്പോൾ ദ്രവിക്കുമ്പോൾ വിവിധ നാളുകളിൽ ആവശ്യം വേണ്ട മൈക്രോ ന്യൂട്രിയൻസ്, ബയോ ന്യൂട്രിയൻസ് എല്ലാം ഇതിനകത്തുണ്ട്. എത്ര പക്ഷികൾ വന്ന്, ആമേൻ, ചവിട്ടി മെതിച്ചാലും മാന്തിയാലും വിത്തിന് ഹാനിയില്ല. സ്തോത്രം. ആമേൻ. അദ്ദേഹം എഴുതുക, ഞാൻ കടമെടുക്കുക. സ്തോത്രം. നിന്റെ തലമുറകളെ അയക്കുന്നത് എത്ര വിദൂരത്തിലെങ്കിലും, ദൂരസ്ഥലങ്ങളിലും, ആമേൻ, സ്തോത്രം, അവർക്ക് വേരുപിടിക്കുവാനും, അവർക്ക് വളരുവാനും, അവർക്ക് ഫലം കായ്ക്കുവാനും, അവർക്ക് പടർന്നു പന്തലിക്കുവാനും അവൻ്റെ ഭദ്രതയുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ദുർബലമായ ശൈശവങ്ങളെയും ബാല്യങ്ങളെയും, ആമേൻ, അമ്മയുടെ ഉദരത്തിൽ ഉരുവായ ദുർബലമായ ജന്മങ്ങളെയും ഹാനി വരാതെ വളർച്ചയുടെ നാൾ വഴികളിൽ സൂക്ഷിച്ച് അനുഗ്രഹവും അത്ഭുതവുമാക്കുവാൻ ദൈവകരമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, വീഴാതെ വണ്ണം സൂക്ഷിച്ച്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ആനന്ദത്തോടെ നിലനിർത്തുന്ന കർത്താവ്, അവൻ നിന്റെ ഭരണകർത്താവായിരിക്കണം, ഏകയാശ്രയമായിരിക്കണം, ഏകനാഥനായിരിക്കണം. ഹല്ലേലൂയ. ഹാനികരമായ കഥാപാത്രങ്ങൾ പെരുകുന്ന ഒരു അന്ത്യകാലമാണ്. കവർന്നെടുക്കുവാൻ, വാക്കിനാൽ വഞ്ചിക്കുവാൻ, സ്നേഹസദ്യകളിൽ, ആമേൻ, സ്തോത്രം, അകപ്പെടുത്തി വഞ്ചിക്കുവാൻ, സ്തോത്രം, വഴിമുടക്കുവാൻ, ആമേൻ, നിന്ദാകരമായ സാക്ഷ്യങ്ങൾ നൽകി, ആമേൻ, സ്തോത്രം, സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാക്കുവാൻ, നന്മകൾ കവർന്നെടുക്കുവാൻ, വ്യക്തികളേതുമാകട്ടെ, മറ്റൊരുവനുണ്ട്. ജീവൻ നൽകുന്ന ഇടയൻ, സ്നേഹിക്കുന്ന ഇടയൻ, പരിഹരിക്കുന്ന വൈദ്യൻ, അകത്ത് വസിക്കുന്ന, ആമേൻ, സ്തോത്രം, ഔഷധമായവൻ, അകത്ത് ആനന്ദം നൽകി ശരീരത്തിൽ സൗഖ്യം നൽകുന്നവൻ. കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനോടൊന്നിച്ചൊരു വീട്ടിൽ വളർന്ന്, ഹല്ലേലൂയ, സ്തോത്രം, ദൈവാത്മ പ്രേരിതനായി, ഹല്ലേലൂയ, ഒരു ചെറിയ, ആമേൻ, പടക്കുറിപ്പ്
ഞങ്ങൾക്ക് ഇന്ന് പകൽക്കാലം എഴുതി നൽകിയത് ഞങ്ങൾ സ്വീകരിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. ഏകനാഥനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു, ആമേൻ, സ്തോത്രം. അവൻ്റെ ഭരണം ഞങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ, ഞങ്ങളുടെ തലമുറകളിൽ വ്യാപരിക്കട്ടെ, ഞങ്ങളുടെ ടൈം സ്കെഡ്യൂളിൽ, ഞങ്ങളുടെ ആമേൻ സ്തോത്രം ദിവസക്രമങ്ങളിൽ, ഞങ്ങളുടെ ദൈനംദിന ചര്യകളിൽ ആമേൻ യേശു കർത്താവിൻ്റെ വചനത്തിനും ധ്യാനത്തിനും ആരാധനയ്ക്കും സാക്ഷ്യത്തിനും ആമേൻ പ്രാമുഖ്യം കൊടുക്കുന്ന ആമേൻ ഒരു ഭരണം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ഞങ്ങളുടെ തലമുറകളായിരിക്കുന്ന ഇടങ്ങളെ ആമേൻ ഈ യേശു കർത്താവിൻ്റെ ഭരണത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുന്ന് നിഷ്കളങ്കമായി ശുദ്ധീകരിച്ച് ഞങ്ങളുടെ തലമുറകളെ ഒരുക്കണേ. അവരുടെ ജീവിതത്തിൽ വന്ന ആമേൻ സ്വഭാവ വൈകല്യങ്ങൾക്കുമേൽ അവർ ജയമെടുക്കുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ആകാശത്തിനും ഭൂമിക്കും നാഥനായ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് തലമുറയായി ഞങ്ങളുടെ ജയം ആമേൻ പരസ്യ കാഴ്ചയാക്കിയ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവന്റെ തങ്കച്ചോരയുടെ വിശ്വാസമുദ്രയാൽ ഞങ്ങളുടെ ഭവനങ്ങളെയും തലമുറകളെയും ആമേൻ സ്തോത്രം മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. അന്ധകാര കെട്ടുകളെ, ക്ഷുദ്രക്രിയകളെ, തെറ്റായ വ്യക്തികൾ ആശ്രയിച്ച അന്ധകാര വിഗ്രഹങ്ങളുടെ സ്വാധീനങ്ങളെ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. തെറ്റായ വ്യക്തികളുടെ സ്വാധീനങ്ങൾ, ആമേൻ, വരിഞ്ഞു മുറുക്കിയ ചില അനുഭവങ്ങൾ ആമേൻ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ തലമുറകളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ദുശീലങ്ങളായി ആമേൻ അപകടകരമായ ചില ബന്ധങ്ങൾ, ഹാനികരമായ ചില ജീവിതാനുഭവങ്ങൾ, ആമേൻ ചില ഭിന്നതകൾ, ആമേൻ നന്മകൾ നിഷേധിക്കുന്ന ചില പോരാട്ടങ്ങൾ, ഹല്ലേലൂയ, അടിക്കടി അപകടങ്ങൾ, ആമേൻ വാഹന അപകടങ്ങൾ, ആമേൻ സ്തോത്രം ഇടർച്ചകൾ, ആമേൻ വീഴാതെ നിന്നെ നിർത്തുന്ന, വീഴ്ചയിൽ വന്ന തകരാറുകളെ പരിഹരിക്കുന്ന യേശു കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ തലമുറകളെ സമർപ്പിക്കുന്നു, ആമേൻ ഞങ്ങളുടെ സഹോദര ഭവനങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ പാർപ്പിടങ്ങളെ സമർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ഏകനാഥനും ആമേൻ നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനായി ഈ മൺമയമായ ആമേൻ ദിസ് സെഗ്മെന്റ് ഓഫ് സോയിൽ, മണ്ണുകൊണ്ടുള്ള ഈ പുറന്തോടിലെ ഈ ഹ്രസ്വായുസ് ശിഷ്ടായുസ് സമർപ്പിപ്പാൻ മനസ്സുള്ളവർ ആരാധനയ്ക്കായി എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, സമർപ്പണത്തിനായി എഴുന്നേറ്റ് നിൽക്കാം. ആമേൻ സ്തോത്രം. യുവർ ഡിസിഷൻ ഈസ് ഡിസൈസീവ്. നിങ്ങളുടെ നിർണയങ്ങൾ നിർണായകമാണ്. മറ്റാശ്രയങ്ങളില്ലാതെ യേശു കർത്താവിലേക്ക് ഏകാഗ്രമാകുവാൻ നിന്റെ താലന്തുകൾ, നിന്റെ സ്വാധീനങ്ങൾ, ആമേൻ സ്തോത്രം സ്തോത്രം, നിന്റെ ശബ്ദം, നിന്റെ ഓർമ്മ, നിന്റെ വൈഭവങ്ങൾ, ഹല്ലേലൂയ, എൻ്റെ യേശു കർത്താവിന് ഞാൻ സമർപ്പിക്കുക. ആമേൻ സ്തോത്രം. കർത്താവേ, എൻ്റെ സമയം പാഴാക്കുന്ന ഒത്തിരി പാഴ്വേലകൾ, പാഴ്ശീലങ്ങൾ എന്നിൽ ഭരിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രി കാലം എന്നെയും എൻ്റെ തലമുറകളെ ഏൽപ്പിക്കുന്നു. അവരുടെ പഠനം, അവരുടെ തൊഴിൽ, അവരുടെ കുടുംബജീവിതം, അവരുടെ അധ്വാന മാർഗം, അവരുടെ സാക്ഷ്യ ജീവിതം, ആമേൻ അവരുടെ ഗമനാഗമനങ്ങൾ എല്ലാം യേശു കർത്താവിന്റെ ഭരണത്തിനായി ഞങ്ങൾ ഏൽപ്പിക്കുക. ആമേൻ. പിശാചിന് യാതൊരു അവകാശവും അവരുടെ മേലില്ല. തെറ്റായ വ്യക്തികൾക്ക് ഇന്നു മുതൽ യാതൊരു അവകാശവും അവരുടെ മേലില്ല. അവരുടെ സ്വഭാവത്തെ വികലമാക്കുവാൻ, അവരുടെ ആരോഗ്യത്തെ നശിപ്പിക്കുവാൻ, അവരുടെ മനസ്സിനെ മുറിക്കുവാൻ ആമേൻ ഒരു ദുഷ്ടനും ഇന്നു മുതൽ അധികാരമില്ലാതെ ഞങ്ങൾ അവരെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും വിഗ്രഹശക്തികൾ, ക്ഷുദ്രക്രിയകൾ, കുഴിച്ചിട്ടത്, ആമേൻ സ്തോത്രം 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 സ്തോത്രം, പൂജ ചെയ്തത്, ആമേൻ അന്ധകാരത്തിന്റെ, ആമേൻ സ്തോത്രം, ആമേൻ അന്ധകാരത്തിന്റെ ഏതെങ്കിലും പോരുകൾ, ആമേൻ ഭയമായി, ദുസ്വപ്നമായി, ഉറക്കക്കുറവായി, ആമേൻ സ്തോത്രം സ്തോത്രം സ്തോത്രം, ഇൻഫെക്ഷനായി, ആമേൻ ഭയമായി, ആമേൻ സ്തോത്രം സ്തോത്രം വ്യാപരിക്കുന്നുവെങ്കിൽ, പഠനത്തിന് തടസ്സമായി, പഠന വൈകല്യങ്ങളായി വ്യാപരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. കുഞ്ഞിന്റെ പഠനം സ്വതന്ത്രമാകട്ടെ. ഹല്ലേലൂയ. തൊഴിലിലെ തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. പഠനം ഏകാഗ്രമാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. മുൻകാലങ്ങളിൽ ആശ്രയിച്ച ഏതെങ്കിലും വിഗ്രഹശക്തികളുടെ ആമേൻ കയറുകൾ വരിഞ്ഞു മുറുക്കുന്നുവെങ്കിൽ അത്യുന്നതനെ അഴിച്ചതിനായി സ്തോത്രം, അഴിഞ്ഞു മാറട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. 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 നിങ്ങളുടെ തലമുറകളുടെ ആമേൻ സ്തോത്രം പേര് അധരങ്ങളിൽ എടുത്താട്ടെ. എൻ്റെ മകൻ, എൻ്റെ മകൾ, ഹല്ലേലൂയ സ്തോത്രം, എൻ്റെ കൊച്ചുമക്കൾ, ആമേൻ ഇന്ന് പകൽക്കാലം ആമേൻ ഇനി ഈ ബന്ധനം കൊണ്ടു നടക്കാനാവാതെ, ആമേൻ ഈ ബന്ധനം കൊണ്ടു നടക്കുക ആവശ്യമില്ല. സ്വാതന്ത്ര്യത്തിലേക്ക് കർത്താവ് അവനെ കൈപിടിച്ചു നടത്തുക.
രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഹല്ലേലൂയ. പാർപ്പിടത്തിന്റെ അതിരുകൾ, ആമേൻ, നിന്റെ അവകാശങ്ങൾ, നിന്റെ വാഹനങ്ങൾ, ആമേൻ, സ്തോത്രം, ഇതിലൊക്കെ മറച്ചു വെച്ചിരിക്കുന്ന ഏതെങ്കിലും അന്ധകാര, ആമേൻ, വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതിന്റെ കെടുതി അഴിയട്ടെ. ആരും പോക്കുവരത്ത് ചെയ്യാതെ വണ്ണം, ആമേൻ, ഒരു പട്ടാളമായി, ആമേൻ, അത്യുന്നതൻ പാളയമിറങ്ങിയിരിക്കും. ബന്ധനങ്ങൾ മാറുന്നു, സ്തുതിഗീതങ്ങൾ ഉളവാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിഗീതങ്ങൾ ഉളവാകുന്നു, ആമേൻ, സ്തോത്രങ്ങൾ ഉളവാകുന്നു. ഹല്ലേലൂയ. നന്ദി കർത്താവേ, ആമേൻ, വിടുവിച്ചല്ലോ, സൗഖ്യമാക്കിയല്ലോ, ആമേൻ, ചലനശേഷി വീണ്ടെടുക്കുവാൻ, ഓർമ്മ വീണ്ടെടുക്കുവാൻ, ഉറക്കം വീണ്ടെടുക്കുവാൻ, ദഹനം വീണ്ടെടുക്കുവാൻ. അസ്ഥിക്കുമേൽ, ത്വക്കിനുമേൽ, മാംസത്തിനുമേൽ, ചലനത്തിനുമേൽ വ്യാപരിക്കുന്ന അന്ധകാരം, ആമേൻ, സ്തോത്രം, കുഞ്ഞുങ്ങളുടെ പഠനത്തിന് വിരോധമായി, ആമേൻ, ആരെങ്കിലും ആശ്രയിച്ച അന്ധകാരത്തെ അഴിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. തലവേദനയായി, മൈഗ്രെയിനായി, ഹല്ലേലൂയ, ദഹനക്കേടായി, ആമേൻ, നിന്ന കൊണ്ടുവരുന്ന രോഗങ്ങളായി, ആമേൻ, വ്യാപരിക്കുന്ന അന്ധകാരത്തെ അഴിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തലമുറകൾ ദൂരസ്ഥലത്ത് അവിടുന്ന് അയക്കുന്നെങ്കിൽ, ആമേൻ, സ്തോത്രം, പടർന്നു പന്തലിക്കുവാനുള്ള കൃപ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. അവിടുത്തെ കൃപ മതി കർത്താവേ, കൃപ ധാരാളം മതി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.